أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما نافعا رزقا طيبا ولما تقبل آمين يا رب العالمين اللهم صل على محمد وعلى آل محمد الحمد لله അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമ്മള് സൂറത്തുൽ ഖസസ് കഴിഞ്ഞ ക്ലാസ്സിൽ പൂർത്തിയായി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇരുത്തവും പ്രവർത്തനങ്ങളും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായും പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി അടുത്തത് എട്ടുകാലിയെ കുറിച്ച് പറയുന്ന സൂറത്താണ്. സൂറത്തുൽ അൻകബൂത്ത്. ഓക്കെ, അൽഹംദുലില്ലാ. നമ്മള് ഇതിനു മുമ്പ് ഏതിനൊക്കെ കുറിച്ചാ പറഞ്ഞത്? നമ്മള് പിന്നെ നംല്, ഉം നഹ്ല്, നഹലിനെ കുറിച്ച് പറഞ്ഞു, തേനീച്ചയെ കുറിച്ച് പറഞ്ഞില്ലേ നമ്മൾ ആദ്യം? അതന്നെ നഹ്ല്, നംല്. ഇനി പറയുന്നത് അങ്കബൂത്ത്. ഓക്കെ, ഇതൊക്കെ അതിന്റെയും കുറെ മുമ്പായിട്ട് നമ്മൾ വേറെ ഒന്നിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊതുകിനെ കുറിച്ചിട്ട് കൊതുകിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഇതൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ജീവികള്, പക്ഷെ ഒരു മനുഷ്യനും അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ചെറിയ ചെറിയ ജീവികള്. മനുഷ്യനെ ഉപദ്രവിക്കാനും പറ്റും, മനുഷ്യന് അനുഗ്രഹമായിട്ടും പറ്റും. എന്നാലും മനുഷ്യനൊരിക്കലും അതിനൊന്നും സൃഷ്ടിക്കാനോ അതിനെ ഒന്ന് അതിന്റെ ചിറകിനൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോലും മനുഷ്യന് കഴിയില്ല എന്നുള്ളതാണ്. അതാണ് മനുഷ്യന്റെ അവസ്ഥ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും ചെറിയ ചെറിയ ജീവികളെ വെച്ചിട്ട് നമ്മളോട് പറയുന്നത്. ഓക്കെ, അൽഹംദുലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അങ്കബൂത്ത് മക്കയിലാണ് അവതരിച്ചത്. 69 ആയത്താണുള്ളത്. അങ്കബൂത്ത് ശരിക്കും ഷിർക്കിനെ കുറിച്ച് പറയുമ്പോഴാണ് അങ്കബൂത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് എട്ടുകാലി എങ്ങനെയാണ്? എട്ടുകാലി അതിന്റെ വീടുണ്ടാക്കുന്നത് ഒരു ചെറിയ ഇതുകൊണ്ടാണല്ലേ. അതിന്റെ ആ വെട്ടുകാലിയുടെ ആ വല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അത്രയും പിന്നെ ഉറപ്പില്ലാത്ത അത്രയും ചെറിയ വീടാണ് അല്ലെ. അതുപോലെയാണ് ഷിർക്ക് ചെയ്യുന്ന ആളുകൾ. അവര് നെയ്യുമ്പോ അവര് വിചാരിക്കും ഭയങ്കര ഭംഗിയാണ്, ഇത് നല്ല ഇതാണ് എന്ന് അവർ വിചാരിച്ചിട്ടാണ് അത് ചെയ്തു കൂട്ടുന്നത്. പക്ഷെ അതൊരു പിന്നെ എട്ടുകാലിയുടെ ചിലന്തി വല പോലെ അത്രേ ഉള്ളൂ എന്നാണ്. അത് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ എന്താവും? അതോട് കൂടിയിട്ട് അതെന്താവും? അത് നശിച്ചു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ലേക്ക് നമ്മൾ അഭയം തേടുകയും അള്ളാഹുവിനോട് നമ്മൾ സഹായം ചോദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതോട് കൂടിയിട്ട് നശിച്ചു പോകുന്നതാണ് എന്ത്? ഷിർക്കിന്റെ എല്ലാ കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയേ ഉള്ളൂ ഷിർക്ക് ചെയ്യുന്ന ആളുകളെ, ഷിർക്കുമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇതൊക്കെ അത്രയേ ഉള്ളൂ. അതിന് ആയുസ്സൊന്നുമില്ല. അത് തൊട്ട് കഴിഞ്ഞാൽ അതോട് കൂടിയിട്ട് അത് നശിച്ചു പോകുന്നു. അത്രയും അതിന് ശക്തിയെ അതിനുള്ളൂ എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൽഹംദുലില്ലാ. നമ്മൾക്ക് ഇതും കേവലാക്ഷരങ്ങൾ കൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലത്തെ എത്ര വചനങ്ങൾ അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന്. ഇതുപോലത്തെ ആയത്തുകൾ, അതായത് ഒരു കേവല അക്ഷരങ്ങളെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത്. കാരണം ഇതിന്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരാത്തത് കൊണ്ട് തന്നെ ഒരാൾക്കും ഇത് വീണ്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റൂല അല്ലെ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് ഖുർആനിന് തത്തുല്യമായത് മറ്റൊന്ന് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما نافعا رزقا طيبا ولما تقبل آمين يا رب العالمين اللهم صل على محمد وعلى آل محمد
بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم ألف لام ميم ഇത് കേവല അക്ഷരങ്ങളാണ്. പക്ഷേ ഈ തജ്വീദ് പഠിക്കുന്ന ആളുകൾക്കറിയാം ഈ അലിഫിനും ലാമിനും മീമിനും ഒക്കെ ഇടയിൽ എന്തുണ്ട്, നമ്മളറിയാത്ത അക്ഷരങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അല്ലെ. ലാം എന്ന് നമ്മൾ എങ്ങനെ എഴുതുക? അറബിയിൽ എഴുതുമ്പോൾ ലാം എന്തുണ്ട്, ലാമിനൊരു മീമുണ്ട് അല്ലെ. മീമെന്ന് എഴുതുമ്പോൾ എന്തുണ്ട്, മീമിന് മറ്റൊരു മീം ഒപ്പുണ്ട് അല്ലെ. അപ്പൊ ഇത് കൂടിച്ചേരുമ്പോ എന്ത് വരുന്നു, അതിന് ശക്തി കൂടുന്നു അല്ലെ. അപ്പൊ ഇതൊക്കെ നമുക്കൊരിക്കലും നമ്മളെ കേവല ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്ത എന്തോ അർത്ഥങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ കണക്കാക്കിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ വിധാനിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനുഷ്യന് ഒരിക്കലും ചിന്തിക്കാനും കഴിയില്ല, മനുഷ്യനൊരിക്കലും ഇതുപോലൊന്ന് ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം തങ്ങൾ പരീക്ഷണത്തിന് വിധേയരാകാതെ വിട്ടേക്കപ്പെടുമെന്ന് മനുഷ്യൻ വിചാരിച്ചിരിക്കുകയാണ്. അതായത് അള്ളാഹുൽ വിശ്വസിച്ചവർക്ക് ഒരു പരീക്ഷണം വരില്ല, അള്ളാഹുൽ വിശ്വസിക്കാത്തവർ മാത്രമാണ് ഭൂമിയിൽ കഷ്ടപ്പെടുന്നതെന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിട്ടുള്ളത് എന്ന്. അവരുടെ മുമ്പുണ്ടായിരുന്നവരെ നാം പരീക്ഷിച്ചിട്ടുണ്ട്, അപ്പോൾ സത്യം പറഞ്ഞവർ ആരെന്ന് അള്ളാഹു അറിയുകയും ചെയ്യും, കള്ളം പറയുന്നവരെയും അവനറിയും. അതായത് കേൾക്കുന്നില്ലല്ലോ. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ നിഅമൽ നസീർ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ കേൾക്കുന്നുണ്ടോ? അപ്പം കേൾക്കുന്നുണ്ട്. ആദ്യ ആയത്ത് മുതൽ തന്നെ കേട്ടിട്ടില്ല. ഇല്ല സൗണ്ട് ആദ്യം കുറച്ച് പോയായിരുന്നു ഫസ്റ്റ് ഭാഗത്തുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം. കേവല അക്ഷരങ്ങൾ കൊണ്ടാണ് ഈ ആയത്തുകൾ തുടങ്ങുന്നത് അല്ലെ. ഈ ആയത്തിന് തജ്വീദ് പഠിച്ച ആളുകൾക്ക് അറിയുന്നുണ്ടാവും, ലാമിന്റെ ഇടയിലും മീമിന്റെ ഇടയിലും ഒക്കെ വേറെ അക്ഷരങ്ങൾ ഉണ്ട്. പക്ഷെ ഇത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്തെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. നമുക്കൊരിക്കലും ചിന്തിക്കാനോ നമുക്കൊരിക്കലും മനസ്സിലാവുകയോ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് റബ്ബിന്റെ ഈ കലാമില്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഒരിക്കലും ഈ ഒരു ഇതേപോലത്തെ ഒരു ആയത്ത് പോലും കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ്. ലാമിനെ പിരിച്ചെഴുതിയാൽ എങ്ങനെ ഉണ്ടാവും? ലാമും മീമും കൂടി കൂടിയതാണല്ലേ ലാമ്. മീമിനെ പിരിച്ചെഴുതിയാൽ എന്താ ഉണ്ടാവുക? മീമും മീമും കൂടി ചേർന്നതാണ് മീം എന്ന് പറയുന്നത് അല്ലെ. മീമും യാവും മീമും ഉണ്ട് അല്ലെ, മീം എന്നല്ലേ നമ്മൾ പറയാ. അപ്പം അത് എഴുതുന്നതും പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ കാണിക്കുന്നത് എങ്ങനെയാണ്? അലിഫ് ലാം മീം, ഒരക്ഷരം ഓരോ അക്ഷരങ്ങളായിട്ടാണ് അതിനെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥങ്ങളും ഇതൊന്നും നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല, മനുഷ്യന് ഒരിക്കലും ഇനി ഒരിക്കലും ഉണ്ടാക്കാനും പറ്റില്ല ഇതേപോലത്തെ ഒരു ആയത്ത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതാണ് ഈ കേവല അക്ഷരങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങുമ്പോൾ നമുക്കത് ചിന്തിക്കാനോ അതിനെ കുറിച്ചിട്ട് ഒരു വേഗത്തിലൊന്ന് ചിന്തിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഘടന ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം തങ്ങൾ പരീക്ഷണത്തിന് വിധേയരാകാതെ വിട്ടേക്കപ്പെടുമെന്ന് മനുഷ്യൻ വിചാരിച്ചിരിക്കുകയാണോ? മനുഷ്യന് വിശ്വസിച്ചവർക്ക് ഒന്നും ഒരു പ്രയാസം വരില്ല, വിശ്വസിക്കാത്തവർക്കാണ് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുന്നത് എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അവരുടെ മുമ്പുണ്ടായിരുന്നവരെ നാം പരീക്ഷിച്ചിട്ടുണ്ട്, അപ്പോൾ സത്യം പറഞ്ഞവർ ആരെന്ന് അള്ളാഹു അറിയുകയും ചെയ്യും, കള്ളം പറയുന്നവരെയും അവൻ അറിയും. അതായത് മുമ്പുണ്ടായിരുന്നവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചിട്ടുണ്ട്, എന്നിട്ട് അതിൽ നിന്ന് സത്യം പറയുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചറിയുകയും ചെയ്യും. ഇപ്പം കഴിഞ്ഞ 2 ദിവസത്തിന്റെ ഉള്ളില് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവൂലെ.
പിന്നെ അവർക്ക് ഒരു പരീക്ഷണം വന്നു. അവരുടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്ന് ഷെയ്ക്ക് ചെയ്തു. ആ സമയത്ത് അവര് എന്താണ് പറഞ്ഞത്, അവര് എന്താണ് ചിന്തിച്ചത്, അവര് മീഡിയകളുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇബാദത്തുകളൊക്കെ ഒഴിവാക്കി വെച്ച് ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അവർ ചെയ്തത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്. നിങ്ങളെ പരീക്ഷിച്ചറിയും ഞാൻ. ആ പരീക്ഷിച്ചറിയുമ്പം ആരാണ് സത്യവിശ്വാസികളെന്ന് ഞാൻ തിരിച്ചറിയുകയും ചെയ്യും. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗല നിഅമൽ നസീർ എന്ന് പറഞ്ഞ എത്ര ആളുകളുണ്ട് ഈ കൂട്ടത്തില് ആ പരീക്ഷണം ഇറങ്ങിയ സമയത്ത്? അതോ പേടിച്ച് ഭയന്ന് പിന്നെ നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് കിട്ടുമോ നോക്കി അങ്ങനെ നോക്കി നടന്ന ആളുകളാണോ ഇതിൻ്റെ ഉള്ളിലുള്ളത്? നമുക്ക് തന്നെ നമ്മളെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരുപാട് അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ തരും. പരീക്ഷണത്തിന്റെ പല അവസരങ്ങളും തരും. ആ പരീക്ഷണത്തില് നമ്മള് ആ സമയത്ത് നമ്മള് എന്താണ് ചിന്തിച്ചു കൂട്ടുന്നത് എന്നുള്ളതാണ് അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല നോക്കി കാണുന്നുണ്ട് നമ്മൾ എന്താണ് ചിന്തിക്കുന്നതെന്ന്, നമ്മൾ എന്താ പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു റമദാൻ മാസത്തിൽ ഇത്രയും പരിശുദ്ധമാക്കപ്പെട്ട ദിവസങ്ങളില് ഓരോ ദിവസങ്ങളും നമുക്ക് അത്രയും പ്രേഷ്യസ് ആയിട്ടുള്ള ദിവസങ്ങളില് എത്ര ആളുകളുണ്ട് ഇതിനെ, ഈ ഒരു റമദാൻ മാസത്തിനെ മാത്രം വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്നവര്? അതോ അതിൻ്റെ ഇടയിൽ വന്ന ഓരോ കാര്യങ്ങളിലേക്ക് അവര് മുഴുകിപ്പോയോ? നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചാൽ മതി. നമ്മളെ പരീക്ഷിക്കുമ്പം നമ്മൾ എന്താണ് ചെയ്തത് എന്നുള്ളത്. സത്യവിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ച് അറിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ ആരാണ് കള്ളം പറയുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കി കാണുന്നുണ്ട് എന്നാണ്. നമ്മൾ കള്ളം പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷെയ്ക്ക് ആയിട്ടുണ്ടാവും. അതായത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളില് അതിന്റെ ശക്തി ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഷെയ്ക്ക് ആയിട്ടുണ്ടാവും. നമ്മൾ ഭയപ്പെട്ടിട്ടുണ്ടാവും, നമ്മൾ പേടിച്ചിട്ടുണ്ടാവും. നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കിയാൽ നമ്മുടെ ഈമാനിന്റെ പവർ എത്ര ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇന്നലെ മിനിയാന്നുമായിട്ട് നിങ്ങളിൽ എത്ര ആളുകൾക്ക് ആ ഈമാനിന്റെ പവർ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അള്ളാഹുലേക്ക് കൂടുതലായിട്ട് അടുക്കണം. ഇനിയും നമ്മള് അള്ളാഹുലേക്ക് അടുക്കാനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പറഞ്ഞതൊന്നുമല്ല നമ്മളെ ശരിക്കും യാഥാർത്ഥ്യം എന്നുള്ളത് നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തി തരികയാണ് ചെയ്തത്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം, അതല്ല, തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവർ നമ്മെ മറികടന്ന് കളയാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അവൻ തീരുമാനിക്കുന്നത് വളരെ മോശം തന്നെ. തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ ചെയ്യുന്ന തിന്മകളൊക്കെ അള്ളാഹുവിനെ മറികടന്നിട്ടാണോ ചെയ്യുന്നതെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെന്ന്? ആ തിന്മ ചെയ്യുന്നവര്, ആ തിന്മയുടെ ആളുകള് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ അള്ളാഹു അറിയാതെയാണോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. വല്ലവനും അള്ളാഹുമായി കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും അള്ളാഹു നിശ്ചയിച്ച അവധി വരിക തന്നെ ചെയ്യും. അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും അത്രേ. വല്ലവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുകയാണെങ്കിൽ തന്റെ സ്വന്തം ഗുണത്തിന് തന്നെയാണ് അവൻ സമരം ചെയ്യുന്നത്. തീർച്ചയായും അള്ളാഹു ലോകരെ ആശ്രയിക്കുന്നതിൽ നിന്ന് മുക്തനത്രേ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവരുടെ തിന്മകൾ അവരിൽ നിന്ന് നാം മായ്ച്ചു കളയുക തന്നെ ചെയ്യും. അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൽ ഏറ്റവും നല്ലതിനുള്ള പ്രതിഫലം അവർക്ക് നാം നൽകുന്നതാണ്. തന്റെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കുവാൻ മനുഷ്യനോട് നാം അനുശാസിച്ചിരിക്കുന്നു. നിനക്ക് യാതൊരു അറിവുമില്ലാത്ത ഒന്നിനെ എന്നോട് പങ്കുചേർക്കുവാൻ അവർ മാതാപിതാക്കൾ നിന്നോട് നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ടാൽ അവരെ നീ അനുസരിച്ചു പോകരുത്. എന്റെ അടുത്തേക്കാണ് നിങ്ങളുടെ മടക്കം. അപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി ഞാൻ നിങ്ങളെ വിവരം അറിയിക്കുന്നതാണ്. അതായത് മാതാപിതാക്കളോട് ഏറ്റവും നല്ല നിലയിലാണ് വർത്തിക്കേണ്ടത് എന്നാണ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? അവര് അള്ളാഹുവിനെ അല്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട്, അള്ളാഹുവുമായിട്ട് പങ്കു ചേർക്കുന്നതിന് വേണ്ടിയിട്ട് അവര് കൽപ്പിച്ചാല് അതൊരിക്കലും അനുസരിക്കാനും പാടില്ല എന്നാണ്. നമ്മള് മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണം, അവരെ നല്ല നിലയിൽ നോക്കണം, അവരോട് കാരുണ്യത്തോട് കൂടിയിട്ട് പറയണം, സംസാരിക്കണം. അവരോട് എന്ന് പോലും പറയാൻ പാടില്ല. ഇതൊക്കെ പറഞ്ഞതിന്റെ കൂടെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അള്ളാഹു അല്ലാത്തതിനെ അവരെ വിളിക്കുമ്പോൾ അതിന്റെ കൂടെ കൂടാൻ നമ്മൾ പാടില്ല. അതിന് നമ്മൾ എതിർക്കുക തന്നെ വേണം. പക്ഷെ ആ എതിർക്കുന്നതിലും എന്ത് വേണം? മാന്യമായിട്ട് എതിർക്കണം. നമ്മൾ ഒരിക്കലും അതിനെ അവരുമായിട്ട് ധിക്കരിച്ച് അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് അങ്ങനെ ആയി പോകാൻ പാടില്ല. അത് നമ്മൾ നല്ല ശ്രദ്ധിക്കണം. പല ആളുകളും ഇപ്പൊ വീട് വിട്ടു പോവുക അങ്ങനെയൊക്കെ ചെയ്തവരുണ്ട്, ഞാൻ അറിയുന്നവർ തന്നെ. അങ്ങനെയൊക്കെ ദീനുമായിട്ട് കൂടുതൽ അടുപ്പം കാണിച്ചപ്പം അവര് അതിൽ നിന്ന് വിട്ടുമാറിയിട്ട് അവര് പുറത്തേക്ക് ഇറങ്ങിപ്പോയവരൊക്കെ ഉണ്ട്. പക്ഷെ അവര് പോയത് അതിനേക്കാളും വലിയ ഫിത്നയിലേക്കാണ് അവര് ഇറങ്ങിപ്പോകിയത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അത് അള്ളാഹും അവന്റെ റസൂലും കൽപ്പിച്ചതല്ല. അത് ഭൂമിയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പല ആളുകളുടെയും പിന്നെ എന്താണ് ഓവറായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ? ദീനിന്റെ കാര്യത്തില് ഭയങ്കര എക്സ്ട്രീമിസം കാണിക്കുന്നവരുണ്ട്.
ദീനിന്റെ കാര്യത്തിൽ ഒന്നുമില്ലാതെ നടക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ആരാണ്? നമ്മൾ മധ്യമ മാർഗത്തിലുള്ളവരാണ്. നമ്മളെപ്പോഴും നമ്മളെ കുറിച്ച് തന്നെ മനസ്സിലാക്കണം. നമ്മൾ മധ്യമ മാർഗത്തിലുള്ളവരാണ്. നമ്മൾ ഒരിക്കലും ആ എക്സ്ട്രീമിസത്തിലേക്ക് നമ്മൾ പോകില്ല. അതല്ല നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കണ്ണടച്ച് അന്ധമായി കൊണ്ട് അള്ളാഹുവിന്റെ പിന്നെ കലാമിനെ എടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടില്ല. നമ്മളോട് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചിന്തയോട് കൂടിയിട്ടായിരിക്കണം നമ്മള് അള്ളാഹുവിന്റെ ദീനും അള്ളാഹുവിനെയും നമ്മൾ എടുക്കേണ്ടതും അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും. ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരുപാട് ആളുകള് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമിൽ പറഞ്ഞ അത് തന്നെ, ആ വാക്ക് തന്നെ അതെന്താണെന്നുള്ള ചിന്തിച്ചു നോക്കുക പോലും ചെയ്യാതെ അത് അതുപോലെ വിഴുങ്ങിയിട്ട് അവര് പല കാട്ടിക്കൂട്ടലും ഇന്ന് നടത്തുന്നുണ്ട്. അതൊക്കെ എന്താണ്? എക്സ്ട്രീമിസത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതിലെന്താ സംഭവിക്കുക വെച്ചാല് അവര് ജനങ്ങൾക്കിടയിൽ ഒറ്റപ്പെടും. അവരെ ഈ അവസാനം ഇബ്ലീസ് അവരെ പിടികൂടുകയും ചെയ്യും. അവരുടെ ഉള്ളിൽ വസ്വസ് കൂട്ടി 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 കൊണ്ടുവരും. അതാണ് ഇന്ന് നമ്മള് പിന്നെ എന്താണ് മൂണ് കണ്ടിട്ട് നമ്മള് മാസം പിറക്കുന്നതിനെ കുറിച്ചൊക്കെ പിന്നെ ഈ റമളാൻ മാസത്തിലുമാണ് ആ പ്രശ്നം വരിക. അതുപോലെ പെരുന്നാളിനുമാണ് ഈ പ്രശ്നം വരിക. ഇത് രണ്ട് സമയത്തും ആ രണ്ട് സമയത്തില് മുസ്ലിങ്ങൾ ഏറ്റവും സന്തോഷിക്കേണ്ട, ഒരുമിച്ച് കൂടേണ്ട, ജനങ്ങളെ ഒരുമിച്ച് സന്തോഷിക്കേണ്ട ആ ദിവസങ്ങളില് എന്ത് ചെയ്യും? അവിടെ ഇബ്ലീസ് അവരെ പിരിക്കും. വസ്വസ് കൊണ്ട് അവരെ പിരിക്കും. അപ്പൊ അതോട് കൂടിയിട്ട് എന്താവും? ആളുകള് പല ചിന്തയിലും പല വസ്വസിലാവും. അന്ന് എന്താ ശരിക്കും വേണ്ടത്? നമ്മൾ സന്തോഷിക്കേണ്ട ദിവസമാണ് അല്ലെ? നമുക്ക് മുസ്ലിങ്ങൾക്ക് നൽകിയ രണ്ട് ആഘോഷങ്ങളാണ് എന്ത്? പിന്നെ രണ്ട് പെരുന്നാളുകൾ. അതെന്തിനാണ്? മറ്റുള്ള സമൂഹത്തിന് കാണിച്ചു കൊടുക്കാനും കൂടിയാണ്. നമ്മുടെ ഐക്യവും നമ്മുടെ സ്നേഹവും നമ്മുടെ ആ ഒരു പിന്നെ അള്ളാഹുലുള്ള വിശ്വാസവും എല്ലാവരും ഒരുമിച്ചാണെന്നുള്ള ഒരു ഒരു ഇത് കാണിച്ചു കൊടുക്കണം ജനങ്ങൾക്ക്. ആ സമയത്ത് എന്താക്കും? ആ വസ്വസ് കൊണ്ട് എന്താവും? സ്പ്ലിറ്റ് ആവും. മുസ്ലിങ്ങൾക്കിടയിൽ സ്പ്ലിറ്റ് ആവും. മുസ്ലിങ്ങൾ ഒരിക്കലും സ്പ്ലിറ്റ് ആവാൻ പാടില്ലാത്ത ആളുകൾ. കാരണം എന്താണ്? ഒരു പിന്നെ അടിമയാണ് നമുക്ക് മുന്നിൽ ഇമാമായിട്ട് വന്നാൽ പോലും നമ്മൾ അയാളുടെ കീഴിൽ നമ്മൾ നമസ്കരിക്കണം എന്നാണ്. അപ്പൊ അത്രയും ജനങ്ങള് കൂടിച്ചേർന്ന് ജീവിക്കേണ്ട മതമാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത്. പിന്നെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഇല്ലാതെ ഒരുമിച്ച് ചേരേണ്ട ആളുകളാണ് മുസ്ലിം ആളുകൾ. പക്ഷെ അവരെ എങ്ങനെ ഇബ്ലീസ് ഇതാക്കിയത്? അവരെ പൈസ കൊണ്ടാണ് അവരെ ഇബ്ലീസ് പിരിച്ചത്? അല്ല, ദീന് കൊണ്ട് തന്നെ അവരെ പിരിച്ചു. ദീന് കൊണ്ട് തന്നെ ഇബ്ലീസ് അവരെ പിരിക്കുകയാണ് ചെയ്തത്. അപ്പൊ അവർക്ക് ഈ ഒരു മാസത്തിന്റെ പ്രശ്നം വരുന്നത് ഈ ഒരു 2 മാസത്തിൽ മാത്രമേ ആ മാസത്തിന്റെ പ്രശ്നമുള്ളൂ. അല്ലാത്ത മാസങ്ങളിലൊക്കെ അവര് എന്ത് ചെയ്യും? അവര് നിൽക്കുന്ന നാട്ടിലെ മാസം തന്നെ കൊണ്ടടക്കും. അവർക്ക് ഈ ഒരു 2 ഇതും വന്നിട്ടുണ്ടെങ്കിൽ ഇത് വന്നാൽ അപ്പൊ അവര് പിരിയലായി. ഏത് തന്നെയായാലും നമ്മൾ ഏത് നാട്ടിലാണോ നിൽക്കുന്നത് ആ നാട്ടിലെ ഭരണാധികാരി അനുസരിക്കുക എന്ന് പറയുന്നത് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് എന്ത് തന്നെയായാലും അവിടെ പിന്നെ നമുക്ക് പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ വന്നാൽ പോലും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? അവിടുന്ന് ഓടിപ്പോകാൻ പാടില്ല. ആ നാട്ടിൽ തന്നെ നിൽക്കണം എന്നുള്ളതാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അത്രയും നമുക്ക് അറിഞ്ഞിട്ട് നമ്മൾ ഇതുപോലത്തെ വീട്ടിത്തരങ്ങൾ ചെയ്യുന്ന ഉലമാക്കളൊക്കെ നമുക്കിടയിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ അള്ളാഹുവിന്റെ കലാമ് പഠിച്ചു. ആ പഠിച്ചത് എന്ത് ചെയ്യാണ്? അതിനെ ചിന്തിച്ചു നോക്കാതെ അതിനെ ഒറ്റടിക്ക് വിഴുങ്ങുന്ന ആളുകളാണത്. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. സാദ് സാദ് ബിൻ വക്കാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്ന സഹാബിയായിരുന്നു. ഓക്കെ, അദ്ദേഹത്തിന്റെ മാതാവ് പിന്നെ അബു സുഫിയാന്റെ മകളായിരുന്നു. ഹംന എന്ന് പറഞ്ഞിട്ടുള്ളവരായിരുന്നു അവര്. ഓക്കെ, ഹംന എന്ന് പറഞ്ഞവര് പിന്നെ ആയിരുന്നു അബു സുഫിയാൻ സാദ് ബിൻ അബി വക്കാസിന്റെ ഉമ്മ ആയിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് പിന്നെ അവര് അവര് പിന്നെ സാദിനോട് പറയും, എന്താണ്? മാതാവിനോട് നന്മ ചെയ്യണമെന്ന് അള്ളാഹു നിന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇസ്ലാമിൽ നിന്ന് നീ അവിശ്വസിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറയും. ഓക്കെ, നീ ഇസ്ലാമിൽ നിന്ന് അവിശ്വസിക്കണം, അല്ലെങ്കിൽ ഞാന് മരണപ്പെടുന്നത് വരെ ഞാന് പിന്നെ ഭക്ഷണപാനീയം കഴിക്കൂല. നീ അങ്ങനെ നീ ഇസ്ലാമിൽ നിന്ന് വിട്ടു വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇനി ഭക്ഷണം ഒന്നും കഴിക്കാൻ പോണില്ല. ഞാൻ മരണപ്പെടുന്നത് വരെ ഞാൻ ഒന്നും തിന്നാതെ ഞാൻ നിൽക്കും. കാരണം നീ ഇസ്ലാമിൽ നിന്ന് വിട്ടു വന്നാലേ ഞാൻ
പിന്നെ ഇനി ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറയും. ഓക്കെ. എന്താ എന്താ അവർ ആദ്യം പറഞ്ഞത്? എന്താ? അള്ളാഹു നിന്നോട് മാതാവിനെ അനുസരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മാതാവിന് നന്മ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി ഭക്ഷണം കഴിക്കുന്നില്ല, നീ ഇസ്ലാമിൽ നിന്ന് വിട്ടുവരുന്നത് വരെ എന്ന് പറഞ്ഞിട്ട് അവര് ശബ്ദം ചെയ്യണം. ഓക്കെ. അങ്ങനെ പിന്നെ ഒരു ദിവസം 2 ദിവസം അങ്ങനെ കഴിഞ്ഞു. ഓക്കെ. ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മാതാവിനെ നിർബന്ധിച്ച് വായിലേക്ക് വെച്ചു കൊടുത്താലൊന്നും അവർ കഴിക്കുന്നില്ല. ഓക്കെ. അപ്പോഴാണ് എന്ത് ഈ ആയത്ത് അവതരിച്ചത് എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹം പിന്നീട് ഇത് പിന്നെ മാതാവ് മരിച്ചാലും വേണ്ടില്ല, എനിക്ക് ദീന് വിട്ടു വരാൻ പറ്റില്ല എന്നുള്ളത് അദ്ദേഹം അറിയിക്കുകയും അങ്ങനെ അവസാനം മാതാവ് എന്താവാണ്? മാതാവ് പിന്നെ വ്രതത്തിൽ നിന്ന് പിന്മാറി എന്നാണ്. അതായത് പിന്നെ അവര് ഭക്ഷണം കഴിക്കൂല എന്ന് പറഞ്ഞത് ഒഴിവാക്കി എന്നുള്ളതാണ്. കാരണം സാദ് എന്ന് പറയുന്നവര് മാതാപിതാക്കൾ അത്രയും ഇഷ്ടപ്പെട്ട ആളായിരുന്നു എന്നാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിച്ച ഒരു പരീക്ഷണം നോക്കി. അവിടെ നമ്മൾ ഏതിലാണോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച്, ഏതിലാണോ ഏറ്റവും കൂടുതൽ അഭിമാനം കൊണ്ടത്, അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കുക. അത് അത് നമുക്ക് എല്ലാവർക്കും നമ്മളെ എന്തിനെയാണോ ഏറ്റവും കൂടുതൽ ദുനിയാവിൽ ഇഷ്ടപ്പെട്ടത്, സ്നേഹിച്ചത്, അത് വെച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കും. നമ്മൾ നല്ലോണം ഷെയ്ക്ക് ചെയ്തിട്ട് നമ്മൾക്ക് അല്ലാതെ വേറെ ആരുമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അത്രയും മുകളിൽ പ്രയാസത്തിലേക്ക് കൊണ്ടുപോകും. എന്നിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് നമ്മളെ ആ പരീക്ഷണത്തിൽ നിന്ന് നമ്മളെ വിജയിപ്പിച്ചെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറഞ്ഞു, ഉമ്മ ഇങ്ങനെ പറഞ്ഞപ്പോ അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാല്, എന്റെ ഉമ്മ, നിങ്ങൾ 100 വട്ടം മരിച്ചാലും എനിക്ക് എന്റെ മതം വിടുവാൻ നിവർത്തിയില്ല എന്ന്. നിങ്ങൾ ഈ ഭക്ഷണം കഴിക്കാതെ 100 വട്ടം മരിക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും എന്റെ മതം വിട്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ അദ്ദേഹം അവിടെ എന്താ ചെയ്തിട്ടില്ല, അവിടെ ഒച്ച വെച്ച് അവിടെ പ്രശ്നം ഉണ്ടാക്കി വീട് വിട്ടിറങ്ങിപ്പോയി ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം പറയാനുള്ളത് പറഞ്ഞു. അതിന് ശേഷം എന്ത് ചെയ്തു? അദ്ദേഹം കാമായിട്ട് നിന്നുകയും ചെയ്തു. നമ്മളോട് ചോദിച്ചേക്കാം, നമ്മളെ വീട്ടിൽ എങ്ങനെയാണ് നമ്മളെ ഒരു ദീനിന്റെ പേരിൽ ഒരു ഇഷ്യൂ ഉണ്ടാവുമ്പോ എന്താണ് അവിടെ സംഭവിക്കാറുള്ളത്? നോർമലി എന്താ സംഭവിക്കാറുള്ളത്? അവിടെ വഴക്കാണ് ഉണ്ടാവലില്ലേ? നല്ല വഴക്കാണ്. നല്ല വഴക്കെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി പറയാൻ ബാക്കിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് വഴക്ക് വിടുക അല്ലെ? നമ്മളൊരിക്കലും ദീനിന്റെ കാര്യത്തില് വിട്ടുകൊടുക്കാനും തയ്യാറല്ല. എന്നിട്ട് നമ്മള് വഴക്കുണ്ടാക്കുകയും ചെയ്യും. ശരിക്കും എന്താണ് അവിടെ വേണ്ടത്? നമ്മളവിടെ സമന്വയം പാലിക്കുക ചെയ്യേണ്ടത്. അതായത് നമ്മൾ സംസാരത്തെ ചുരുക്കിയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത്. അവര് പറയുന്നതിൽ നമ്മൾ കാര്യം പറഞ്ഞു കൊടുക്കും, അത് മാന്യമായ രീതിയിൽ പറഞ്ഞു കൊടുക്കും. ബാക്കി എന്ത് ചെയ്യും? നമ്മൾ അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കും. അവരെന്തെങ്കിലും ഒരിക്കൽ അത് വായിക്കുകയോ അത് കേൾക്കുകയോ അത് മനസ്സിലാക്കുകയോ ചെയ്തോളും എന്ന് പറഞ്ഞിട്ട് നമ്മളത് വിട്ടുകൊടുക്കുകയും ചെയ്യും. അപ്പൊ എന്നാൽ മാത്രമേ എന്താവുള്ളൂ? അവിടെ നമുക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. പ്രശ്നം അത്രയും രൂക്ഷമാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടുന്ന് നമുക്ക് എന്താവില്ല, നമുക്ക് പിന്നീട് പിന്തിരിയാനും പറ്റില്ല. നമ്മൾ പറഞ്ഞ വാക്കുകൾ അവർ മറക്കൂല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ശ്രദ്ധയോട് കൂടിയിട്ട് വേണം ദീനിന്റെ കാര്യത്തിൽ നമ്മൾ വഴക്കുണ്ടാക്കാനും ഇതിനൊക്കെ. വഴക്കടിക്കാനല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മാന്യമായ രീതിയിൽ അവരുടെ അടുത്ത് സംസാരിക്കണം എന്നാണ്. അതാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് പോലും ഫിറഔന്റെ അടുത്ത് ചെന്നിട്ട് നീ മാന്യമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞത്. ഒരിക്കലും അവിടെ പോയിട്ട് വഴക്കുണ്ടാക്കാനല്ല. വഴക്കുണ്ടാക്കിയിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? ഫിറഔൻ അപ്പൊ തന്നെ മൂസ അലൈഹി ഇസ്ലാമിനെ വെട്ടിക്കൊന്നിട്ടുണ്ടാവും അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മൂസ അലൈഹി ഇസ്ലാമിനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കാനുണ്ടായിരുന്നു ദുനിയാവിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ മാന്യമായ രീതിയിൽ നോർമലായിട്ട് വർത്തിക്കുക. കാരണം ഇനിയും നമുക്ക് ജീവിച്ചു പോകാനുണ്ട്. ജീവിതത്തിൽ ഇനിയും നമുക്ക് കടന്നു പോകാണ്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാണ്ട്. അതിന്റെ ഇടയിൽ ഒരു കാര്യം മാത്രമാണിത്. ഇതന്നെ ലോകമല്ല നമുക്ക്. ആ പറയുന്ന സന്ദർഭത്തിലുള്ള കാര്യമല്ല നമ്മുടെ ലോകം. നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ, ദീനിന്റെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനുവേണ്ടി വർത്തിക്കാനുണ്ട്. ഇത് അതിന്റെ ഇടയിലുള്ള ഒരു സബബ് മാത്രമാണ്. കുടുംബത്തിനോട് പറയണം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് കൊണ്ട് അവരോട് പറയുന്നു. അവരത് അനുസരിച്ചാലും അനുസരിച്ചിട്ടില്ലെങ്കിൽ അത് അവരവർക്ക് തന്നെയാണ്. നമുക്കതുകൊണ്ട് നഷ്ടമൊന്നുമില്ല. എന്നാല് നമ്മളത് പറയാതിരുന്നാല് നമുക്ക് നഷ്ടമുണ്ട് താനും. കാരണം നീ നിന്റെ കുടുംബത്തിനെ ഉപദേശിച്ചില്ലേ എന്ന് നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കും. അതിനുവേണ്ടി നമ്മൾ ഉപദേശിക്കുന്നു. അവര് നന്നായാല് അൽഹംദുലില്ലാ, നന്നായിട്ടില്ലെങ്കിലും അൽഹംദുലില്ലാ. കാരണം എന്താ? എന്റെ കടമ ഞാൻ ചെയ്തു എന്നുള്ളത് മാത്രമേ അവിടെ പറയേണ്ടതുള്ളൂ. പിന്നെ നമ്മൾ നല്ലതുപോലെ അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുകയും ചെയ്യാം. എന്നിട്ട് നമ്മൾ നമ്മുടെ കാര്യവുമായിട്ട് മുന്നോട്ട് പോവാം. നിനക്ക് യാതൊരു അറിവുമില്ലാത്തതിന് എന്നോട് പങ്കു ചേർക്കുവാൻ എന്ന് പറഞ്ഞതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞത് എന്നുള്ളതാണ്. ഓക്കെ. അതായത് മാതാപിതാക്കളെ അനുസരിക്കണം, പക്ഷെ അള്ളാഹുവിന്റെ മാർഗത്തില് അവരെ വിളിക്കുമ്പം അവര് നമ്മളോട് എതിർത്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ അനുസരിക്കേണ്ടതില്ല എന്നുള്ളതാണ്.
അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചതിനെ പറ്റി ഞാൻ നിങ്ങളെ വിവരം അറിയിക്കുന്നതാണ്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവരെ നാം സൽവൃത്തരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. ഞങ്ങൾ അള്ളാഹുൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചില മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ പീഡിപ്പിക്കപ്പെട്ടാൽ ജനങ്ങളുടെ മർദ്ദനത്തെ അള്ളാഹുവിന്റെ ശിക്ഷയെ പോലെ അവർ ഗണിക്കുന്നു. നിന്റെ രക്ഷിതാവിൽ നിന്ന് വല്ല സഹായം വന്നാൽ സത്യവിശ്വാസികളോട് അവർ പറയും, തീർച്ചയായും ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയായിരുന്നു. രോഗരുടെ ഹൃദയങ്ങളിലെ പറ്റി അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനല്ലയോ. അതായത് അള്ളാഹുൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. നമ്മളെല്ലാവരും എന്താ പറയുന്നത്? അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലെ? നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ എന്നാല് ജനങ്ങള് നമ്മളെ ഉപദ്രവിച്ചാല് അപ്പൊ അത് അള്ളാഹ് ഉപദ്രവിച്ചത് പോലെയാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത്. അള്ളാഹ് എനിക്കെന്തിനാ ഇങ്ങനെ തന്നത്? എനിക്കെന്തിനാ ഇങ്ങനത്തെ ഒരു പ്രശ്നം തന്നത്? എനിക്കെന്തിനാ ഇങ്ങനെ ഒരു വിഷമം തന്നത്? നമ്മളില് എത്ര ആളുകൾ ഇത് പറയാത്തവരായിട്ടുണ്ട്? എനിക്ക് എന്താ ഇങ്ങനെ ഒരു പ്രശ്നം തന്നത് എന്ന് പറയാത്തവര് നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകളുണ്ട്? അള്ളാഹ് തന്ന പ്രശ്നമല്ലല്ലോ അത്. നമ്മളുടെ കൈകൾ കൊണ്ട് ചെയ്തത് കൊണ്ടും നമ്മളുടെ വിവേചനമില്ലാത്തത് കൊണ്ടും നമ്മുടെ അറിവില്ലായ്മ കൊണ്ടും നമ്മൾ പോയിപ്പെട്ട പ്രശ്നങ്ങളാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ ആ പ്രശ്നത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനാ ഉയർത്തിയത്? എന്തിനാണ്? നമ്മള് പാപമോചനം തേടാനും നമ്മള് അള്ളാഹുവിനോട് ആ ചെയ്ത തെറ്റിന് നമ്മള് പൊറുക്കലിനെ ചോദിക്കാനും വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ഉയർത്തിയതാണ്. ജനങ്ങൾ ചെയ്ത തെറ്റിന് അപ്പൊ ചിലപ്പോ നമ്മളെ ഭർത്താവ് നമ്മളോട് ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവ് അങ്ങനെ ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ മക്കള് ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ ഒരു അയൽവാസി ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു കൂട്ടുകാരൻ ചെയ്തതായിരിക്കും, ആരെങ്കിലും ചെയ്തായിരിക്കും. എന്നിട്ട് നമ്മൾ എന്താണ് ആ പ്രശ്നം വരുമ്പോ എന്താ പറയാ? അള്ളാഹ് എനിക്ക് എന്തിനാ അങ്ങനെ ഒരു പ്രശ്നം തന്നത് എന്നല്ലേ? അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ പീഡിപ്പിക്കപ്പെട്ടാൽ ജനങ്ങളുടെ മർദ്ദനത്തെ അള്ളാഹുവിന്റെ ശിക്ഷയെ പോലെ അവർ ഗണിക്കുന്നു. അള്ളാഹ് ശിക്ഷിച്ചതാണെന്ന രീതിയിലാണ് നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നത്. അള്ളാഹ് നമ്മളെ ശിക്ഷിച്ചിട്ടുണ്ടോ? നമ്മൾ ചെയ്ത കൈകൾ കൊണ്ട് ചെയ്ത അല്ലെങ്കിൽ നാവ് കൊണ്ട് ചെയ്ത തിന്മയുടെ ഫലമല്ലേ നമ്മൾ അനുഭവിക്കുന്നത്? അല്ലെ? നമ്മള് ഈ കൂട്ടത്തില് ഒരുപാട് ആളുകള് പിന്നെ എടുത്തുചാട്ടമുള്ള ആളുകളുണ്ടാവും. എന്തെങ്കിലും കേൾക്കുമ്പോത്തിന് അതിന് മറുപടി പറഞ്ഞ്, അതിന് ഉത്തരം പറഞ്ഞ്, അതിന് അങ്ങോട്ട് തിരിച്ചു പറഞ്ഞ് അങ്ങനെ നടക്കുന്ന ആളുകൾ ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരുടെ മാനസികമായിട്ട് അവർക്ക് എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. വീട്ടിലെന്നും വഴക്കായിരിക്കും. അവരുടെ നാവ് കൊണ്ട് സംഭവിച്ച വഴക്കാണത്. അല്ലാതെ അള്ളാഹ് അവർക്ക് വഴക്കൊന്നും കൊടുത്തിട്ടില്ല, അവരെ പ്രയാസപ്പെടുത്തിയിട്ടൊന്നുമില്ല. അവർക്ക് ഒതുങ്ങേണ്ട സ്ഥലത്ത് അവർ ഒതുങ്ങി നിൽക്കാത്തതുകൊണ്ടും അവർ സംസാരിക്കുന്നതിനെ ഒതുക്കാത്തതുകൊണ്ടും അവർക്ക് സംഭവിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വരുമ്പോ തന്നെ അവര് അള്ളാഹ് ശിക്ഷിച്ചതിനെ പോലെ പിന്നെ കരച്ചിലും, അള്ളാഹ് എനിക്ക് എന്തിനാ അങ്ങനെ ഒരു ഇത് തന്നത്? എന്തിനാ ഇങ്ങനത്തെ ഒരു കുടുംബം തന്നത്? എന്തിനാ എനിക്ക് ഇങ്ങനത്തെ ഒരു ഭർത്താവിനെ തന്നത്? ചോദിച്ചവരായിരിക്കും നമ്മളിലെ അധികം ആൾക്കാരും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ആരെയും ശിക്ഷിച്ചിട്ടില്ല, ആരെയും പ്രയാസപ്പെടുത്തിയിട്ടില്ല. ജനങ്ങളുടെ പ്രയാസത്തെ അള്ളാഹുവിന്റെ ശിക്ഷയായിട്ട് നിങ്ങൾ കണക്കാക്കരുത് എന്നാണ്. നമുക്ക് തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തുകളെ വെച്ചിട്ടുള്ളത്. നമുക്ക് തന്നെ അറിയാം നമ്മൾ ചെയ്ത തെറ്റ് എന്താണെന്നുള്ളത് നമുക്കറിയാം. നമ്മളെ കൈകൾ കൊണ്ട് ചെയ്ത തെറ്റിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നതെന്നും അറിയാം. എന്നാലും അള്ളാന്റെ മേത്ത് കെട്ടിട്ടാ നമ്മൾ ചോദിക്കുക. അപ്പം ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിന്ന് സഹായം വന്നാല് സത്യവിശ്വാസികളോട് അവർ പറയും, ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയായിരുന്നു. ലോകരുടെ ഹൃദയങ്ങളിലുള്ളതിനെ പറ്റി അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനല്ലയോ. അതായത് സഹായമൊക്കെ കിട്ടി നല്ല രീതിയിലായിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും സത്യവിശ്വാസികളോടൊപ്പം ആയിരിക്കും അല്ലെ? നമ്മള് അവരുടെ കൂടെ ആയിരിക്കും. നമ്മള് പല ഗ്രൂപ്പുകളിലും ഉണ്ടാവും. സത്യവിശ്വാസികളായിട്ട് നമ്മൾ കണിക്കുന്ന ആളുകളുടെ കൂട്ടായ്മകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരുടെ കൂട്ടത്തിൽ നമ്മള് അങ്ങനത്തെ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടാവും. അവരെ കൂടെയാണെന്നൊക്കെ പറയും. പക്ഷെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാല് നമ്മൾ നമ്മുടെ പേഴ്സണലായിട്ട് നമ്മുടെ വീട്ടിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാല് നമ്മള് അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടിരിക്കും. നിനക്ക് എന്തിനാ അങ്ങനെ ഒരു പ്രശ്നം തന്നത്? ഇന്നെന്തിനാ അങ്ങനെ ആക്കിയത് എന്നൊക്കെ ചോദിക്കും. അവര് പറയുന്നതൊന്നും അവർ പ്രവർത്തിക്കുന്നത് മറ്റൊന്നുമാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വിശ്വാസമുള്ളവരാരെന്ന് അള്ളാഹു അറിയുക തന്നെ ചെയ്യും. കപടന്മാരെയും അള്ളാഹു അറിയും. നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞതും നമ്മളെ മനസ്സുകൊണ്ട് ഉണ്ടാക്കിയതും നമ്മുടെ പ്രവൃത്തിയും രണ്ടും രണ്ടാണെന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല കപടന്മാരായിട്ട് നമ്മളെ കണക്കാക്കും എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇത് എല്ലാ കുടുംബങ്ങളിലും, ഒട്ടുമിക്ക കുടുംബങ്ങളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെ കപടവിശ്വാസികളുടെ കൂട്ടത്തിലേക്ക് അത് ഗണിക്കപ്പെടും. നല്ല ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ കൈകൾ കൊണ്ടോ നമ്മുടെ നാവ് കൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ സംഭവിച്ച ഒരു പ്രശ്നമാണ്, ഒരു ഫിത്നയാണ്. ആ ഫിത്നയെ നമ്മൾ അതായിട്ടാണ് കണക്കാക്കേണ്ടത്. ആ ഫിത്ന അതാണ്, നമ്മളെ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടായ ഫിത്നയാണ്. നമ്മൾ അതിന് എന്താ വേണ്ടത്? നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുകയും അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും നാവ് കൊണ്ട് പറഞ്ഞതാണെങ്കിൽ അവരോട് പൊരുത്തപ്പെടുകയും നമ്മൾ അതിൽ നിന്ന്
നിന്ന് പിന്മാറുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അള്ളാഹുവിന്റെ അടുത്ത് ചെന്നിട്ട് എനിക്ക് എന്തിനാ ഇങ്ങനെ ഒരു പ്രശ്നം തന്നെ, എനിക്ക് എന്തിനാ അങ്ങനെ ഒരു വിഷമം തന്നെ, എനിക്ക് എന്തിനാ അങ്ങനത്തെ ഒരു ഭർത്താവിനെ തന്നത്, എനിക്ക് എന്തിനാ അങ്ങനെ ഒരു കുടുംബത്തെ തന്നത് എന്നൊക്കെ ചോദിക്കുമ്പം അള്ളാഹുവിനെ ആണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മള് പറ്റിക്കാൻ ശ്രമിക്കുന്നത്. അള്ളാഹു ഒരിക്കലും ഒരാളെയും പറ്റിച്ചിട്ടുമില്ല, ഒരു ചതിച്ചിട്ടുമില്ല. നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുത്ത പ്രശ്നമാണ് അതെന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഈ നമ്മൾ ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം നമ്മൾ തന്നെയാണ്. നമ്മുടെ നാവോ നമ്മുടെ പ്രവൃത്തിയോ കൊണ്ട് തന്നെയാണ് അത് പ്രശ്നം ഉണ്ടായത്. മറ്റൊരാൾക്ക് അവര് സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്കൊരു പിന്നെ ഡൗട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ പലതിലും പ്രവർത്തിക്കും. എന്നിട്ട് അവരത് ഡൗട്ട് അടിച്ച് നമ്മളോട് സംസാരിക്കുമ്പോൾ അതിന്റെ മുകളിൽ ഉണ്ടാകുന്ന പ്രശ്നത്തിന്റെ മുകളിൽ നമ്മൾ എന്ത് പറയും, അള്ളാ എനിക്ക് എന്തിനാ അങ്ങനത്തെ ഒരു ജീവിതം തന്നെ, എനിക്ക് എന്തിനാ അങ്ങനത്തെ ഒന്ന് തന്നത് എന്ന് ചോദിച്ചിട്ട് നമ്മൾ അള്ളാന്റെ അടുത്ത് ചോദിക്കും. പക്ഷെ നമ്മൾ ചെയ്ത പ്രവൃത്തിയാണെന്നുള്ളത് നമ്മൾ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കൂല. അപ്പൊ ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ മാർഗം പിന്തുടരും, നിങ്ങൾ ഞങ്ങളുടെ മാർഗം പിന്തുടരൂ, നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ വഹിച്ചു കൊള്ളാമെന്ന് സത്യനിഷേധികൾ സത്യവിശ്വാസികളോട് പറഞ്ഞു. എന്നാൽ അവരുടെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് യാതൊന്നും തന്നെ ഇവർ വഹിക്കുന്നതല്ല, തീർച്ചയായും ഇവർ കള്ളം പറയുന്നവരാകുന്നു. അതായത് ഇത് പിന്നെ ഈ ഈസാ അലൈഹി ഇസ്ലാമിന്റെ സമൂഹം പിന്നെ ശരിക്കും അവരെ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്ന് വെച്ചാല്, ഈസാ അലൈഹി ഇസ്ലാം അവരുടെ എല്ലാ തെറ്റുകളും ഏറ്റെടുക്കും എന്നാണ് അവര് വിചാരിച്ചു വെച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ഈസാ അലൈഹി ഇസ്ലാം കുരിശിലേറ്റപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ കുരിശിൽ പിന്നെ കുരിശിലേക്ക് കയറിയത് കൊണ്ട് തന്നെ അവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും ഈസാ അലൈഹി ഇസ്ലാം ഏറ്റെടുക്കും എന്നുള്ള രീതിയിലാണ് ഇന്നും പിന്നെ ക്രിസ്ത്യാനികള് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവരെപ്പോഴും എന്ത് ചെയ്യുന്നത്, ആ ഒരു പിന്നെ കുരിശിനെ അവരെന്ത് ചെയ്യുന്നത്, അത്രയും സ്നേഹിക്കുന്നതും അതിന്റെ പിന്നാലെ അവര് പോകുന്നതും. അപ്പം ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ തെറ്റുകൾ, ഓരോരുത്തരുടെയും തെറ്റുകൾ എന്ത് ചെയ്യും, അത് അവരവർക്കുള്ളത് തന്നെയാണ്. ഒരിക്കലും അത് മറ്റൊരാൾ വഹിക്കുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ തെറ്റ് ഒരാളും വഹിക്കാനുണ്ടാവില്ല. നാളെ പരലോകത്തും ഉണ്ടാവില്ല, ദുനിയാവിലും ഉണ്ടാവില്ല. ഒരു തെറ്റ്, ഒരു തിന്മ വന്നു കഴിഞ്ഞാല് നമുക്കിടയിൽ തന്നെ ഒരു കുടുംബ ബന്ധങ്ങളിൽ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാല്, തെറ്റെന്ന് പറഞ്ഞാല് ഒരു അനാവശ്യമായിട്ടുള്ള തെറ്റ് വന്നു കഴിഞ്ഞാല് ആരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യും? ആരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യും? ഒരു ഭർത്താവും ഒരു ഭാര്യയും സപ്പോർട്ട് ചെയ്യില്ല, ഒരു ഭാര്യയും ഭർത്താവിനെയും സപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ ഇത് നമ്മൾ ദുനിയാവിന്ന് തന്നെ കാണുന്നതാണ്. ആരും ആരെയും എന്താക്കൂല, ഒരു തെറ്റും ഏറ്റെടുക്കൂല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നാളെ പരലോകത്തും ഇത് തന്നെയാണ്. ഒരാളും ഒരാളുടെയും തെറ്റ് ഏറ്റെടുക്കൂല. നമ്മൾ തെറ്റ് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവില്ല. അതിപ്പോ എത്ര സ്നേഹിക്കുന്ന ഭാര്യയും ഭർത്താവും ആണെന്നുണ്ടെങ്കിലും അവർക്കിടയിൽ ഒരു 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 ഫിത്ന ഉണ്ടായി കഴിഞ്ഞാല് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കൂല. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കൂല. ഒരാൾ ചെയ്ത തിന്മ മറ്റേയാൾ മറക്കൂല, മറ്റേയാൾ ചെയ്ത നന്മ ഇയാൾ മറക്കൂല. ഇനി എത്ര തന്നെ ഒരുമിച്ച് പിന്നീട് ജീവിച്ചാൽ പോലും അവരുടെ ഉള്ളിൽ നിന്ന് ട്രിഗർ ചെയ്തിട്ട് അത് പുറത്തു വരികയും ചെയ്യും. ഇടക്കിടക്ക് അവര് അത് പുറത്ത് പറയുകയും ചെയ്യും. ഞാനൊക്കെ വിട്ടു തന്നൊക്കെ പുറത്ത് മാപ്പാക്കി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അത് പറയാതെ ഒരു ഭർത്താവും പോകൂല, ഒരു ഭാര്യയും ജീവിക്കൂല. രണ്ടുപേരും എപ്പോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ പഴയതെടുത്തിട്ട് പുറത്തിട്ടിട്ട് അവരങ്ങോട്ടും കൊണ്ട് സംസാരിക്കും. അപ്പൊ ഇത് നമ്മൾ ഭൂമിയിൽ നമ്മൾ മനുഷ്യർക്കിടയിൽ തന്നെ കാണുന്ന ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാളും ഒരാളുടെയും തെറ്റ് ഏറ്റെടുക്കൂല. നാളെ പരലോകത്ത് ഏറ്റെടുക്കില്ല, ഭൂമിയിൽ ഏറ്റെടുക്കണില്ല, എന്നിട്ട് അപ്പൊ പരലോകത്ത് ഭൂമിയിൽ നിന്ന് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റണില്ല, നമ്മൾ അതിനെ വിട്ടുകൊടുത്ത് മാപ്പാക്കുന്നില്ല. എന്നിട്ടാണ് പരലോകത്ത് പോയിട്ട് നമ്മളെ തെറ്റുകൾ മുഴുവനും, നമ്മൾ മറ്റൊരാളെ തെറ്റ് മുഴുവനും ഏറ്റെടുക്കാൻ പോകുന്നത്, അല്ലെ? അപ്പൊ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. തങ്ങളുടെ പാപഭാരങ്ങളും സ്വന്തം പാപഭാരങ്ങളോടൊപ്പം വേറെയും പാപഭാരങ്ങളും അവർ വഹിക്കേണ്ടി വരും. അവർ കെട്ടിച്ചമച്ചിരുന്നതിനെ പറ്റി ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ചോദ്യം ചെയ്യപ്പെടുന്നതുമാണ്. അതായത് ഓരോരുത്തരും മറ്റുള്ളവരുടെ അവരവരുടെ പാപഭാരം വഹിക്കും. അത് മാത്രമല്ല, മറ്റൊരാളെ കുറിച്ച് നമ്മൾ പറഞ്ഞുണ്ടാക്കിയ പാപഭാരങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മൾ മറ്റൊരാളെ കുറിച്ച് പറഞ്ഞതും കേട്ടതും പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഫിത്നകളും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഫിത്നകളും ഇതൊക്കെ നമ്മൾ ഏറ്റെടുക്കേണ്ടിയും വരും. മറ്റൊരാളുടെ ഈ പാപഭാരം കൂടി അതായത് നമ്മൾ അവരറിയാതെ പറഞ്ഞു കഴിഞ്ഞ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. എല്ലാവരുടെ ജീവിതത്തിലും അതുണ്ടാവും.
അപ്പൊ ഇതൊക്കെ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ തല പൊന്തിക്കാൻ പറ്റൂല എന്നാണ്. പരലോകത്ത് വെച്ചിട്ട് നമുക്ക് തല ഉയർത്താൻ പറ്റില്ല എന്ന്. അതെല്ലാം കൂടി നമ്മുടെ കഴുത്തിലാണ്ട് തൂക്കിയിട്ടിട്ടുണ്ടാവും. നമ്മുടെ പാപഭാരങ്ങൾ മുഴുവനും മറ്റൊരാളെ കുറിച്ച് പറഞ്ഞുണ്ടാക്കിയതും ഇതാക്കിയതും ഒക്കെ എന്താക്കിയിട്ടുണ്ടാവും, നമ്മുടെ കഴുത്തിലേക്ക് തൂക്കിയിടുകയും നമ്മുടെ കഴുത്ത് പൊന്തിക്കാൻ പോലും പറ്റാത്ത വിധം അത് നമ്മളെ തൂക്കിയിട്ടിക്കൊണ്ട് നമ്മൾ വരുന്നതാണ്. അതുപോലെ തന്നെ വീടുകൾ, പിന്നെ സ്ഥലം വഞ്ചിച്ചെടുത്ത ആളുകളൊക്കെ ദുനിയാവിലെ ഒരു സെന്റിനും അര സെന്റിനും വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കി അതൊക്കെ നേടിയെടുത്ത ആളുകളൊക്കെ ഉണ്ടാവും. ഭൂമിയിൽ നമ്മൾ വിജയിച്ചു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എനിക്ക് അവനെക്കാളും ജ്യേഷ്ഠനെക്കാളും കുറച്ചും കൂടി സ്ഥലം എനിക്ക് കിട്ടി, അല്ലെങ്കിൽ അഞ്ജനിക്ക് ജ്യേഷ്ഠന് അവനെക്കാളും കുറച്ചും കൂടി സ്ഥലം എനിക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ പെങ്ങന്മാര് പറയാണ് പിന്നെ അവര് തട്ടിയെടുക്കാൻ നോക്കിയതായിരുന്നു, ഞങ്ങൾ കുറച്ചും കൂടി നല്ല സ്ട്രോങ് ആയിട്ട് നിന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ കിട്ടി എന്നൊക്കെ പറയുന്ന ഒരുപാട് കുടുംബങ്ങളും ബന്ധുക്കളും നമുക്കിടയിൽ ഇപ്പോഴും ഉണ്ട് അല്ലെ. ഭർത്താവ് നല്ല രീതിയിൽ സ്ട്രോങ് ആയി നിന്നതുകൊണ്ടാണ് സ്വത്തൊക്കെ കിട്ടിയത്, അല്ലെങ്കിൽ ഒക്കെ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. അന്നാ വഴക്കിട്ടത് കൊണ്ട് ഇത്രയൊക്കെ ഞങ്ങൾക്ക് കിട്ടി എന്നൊക്കെ വിചാരിച്ച് അഭിമാനം കൊള്ളുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിൽ ഉണ്ടാവും. പക്ഷെ നാളെ പരലോകത്ത് വെച്ചിട്ട് തട്ടിയെടുത്തതാണെങ്കിൽ, അത് മറ്റൊരാളുടെ ഹക്കായിരുന്നുവെങ്കിൽ അത് ആ ഭൂമി നമ്മുടെ പെരടിയിൽ വെച്ചിട്ടുണ്ടാവും എന്നാണ്. ആ ഭൂമി എത്രയാണോ, ഏത് ഒരു ചാൺ ഭൂമിയാണെങ്കിൽ, ചാൺ എന്ന് പറഞ്ഞാൽ ഒരു കാല് ഇതുണ്ടല്ലോ, നമ്മൾ നടക്കുന്ന ഒരു കാലിന്റെ ഒരു ഇത്, ആ ചാണാണ്, അതാണ് ഒരു ചാണ്. അത്രയാണെങ്കിൽ പോലും അത് നാളെ പരലോകത്ത് നമ്മുടെ തലയിൽ ഏറ്റിക്കൊണ്ട് നമ്മൾ വരേണ്ടി വരും എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ ഭൂമിയിൽ നിന്ന് നമ്മൾ നേടിയെടുത്തതൊക്കെ. ഭൂമിയിൽ നിന്ന് നേടിയെടുത്തൊന്നും ആരും കൊണ്ടുപോയിട്ടുമില്ല. നമ്മൾ ഇവിടെ ഇട്ടിട്ട് തന്നെ പോയത്, ആരും കൊണ്ടുപോയതായിട്ട് ആർക്കും അറിയില്ലല്ലോ. എല്ലാവരും ഖബറിൽ പോയി കിടക്കുന്നതും ഒന്നുമില്ലാതെ തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ ചളിയും മണ്ണും, പിന്നെ മഴ പെയ്താല് ഉള്ളിൽ മഴവെള്ളം ഇറങ്ങി ആ വെള്ളത്തിൽ തന്നെയാണ് എല്ലാ ഖബറാളികളും കിടക്കുന്നത്. വേറെ ഒന്നും ദുനിയാവിന്ന് കൊണ്ടുപോയിട്ടില്ലല്ലോ. മണിമാളികകളില്ല, വീടില്ല, വലിയ വലിയ കാറുകളും സ്വത്തും സമ്പത്തും ഒന്നുമില്ല. ആ ഭൂമിയില് മഴവെള്ളം ഇറങ്ങി കിടക്കുന്ന ആ വെള്ളത്തിലാണ് മനുഷ്യര് കിടക്കുന്നത് അല്ലെ. അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ പാമ്പുണ്ടാവാം, അതിൻ്റെ ഉള്ളിൽ തേളുകൾ ഉണ്ടാവാം. എങ്ങനെയാണോ മനുഷ്യന് ഭൂമിയിൽ എന്തെല്ലാം തെറ്റുകൾ ചെയ്തു, ആ തെറ്റിനുള്ളതൊക്കെ ആ ഖബറിൽ അവന്റെ കൂടെ തന്നെ അവനക്കൊപ്പം ഉണ്ടായിരിക്കും. അപ്പൊ ഇതേ ഉള്ളൂ മനുഷ്യന്. ഭൂമിയിൽ കണ്ടതൊന്നും ശരിക്കും യാഥാർത്ഥ്യമല്ല എന്നുള്ളത് മനുഷ്യന് ഖബറിൽ എത്തുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, എല്ലതും നാളെ പാപഭാരവും കൊണ്ട് അവന് കേറി വരും എന്നുള്ളതാണ്. നൂഹിനെ നാം അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് അയക്കുകയുണ്ടായി. 50 കൊല്ലം ഒഴിച്ചാൽ 1000 വർഷം തന്നെ അദ്ദേഹം അവർക്കിടയിൽ കഴിച്ചുകൂട്ടി. അങ്ങനെ അവർ അക്രമികളായിരിക്കെ പ്രളയം അവരെ പിടികൂടി. ഞാൻ ഈ ഒരു മെസ്സേജിൻ്റെത് പോസ്റ്റർ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. 950 വർഷം പിന്നെ ഭൂമിയിൽ ജീവിച്ച നബിയായിരുന്നു നൂഹ് അലൈഹി ഇസ്ലാം. ഓക്കെ, അത്രയും കാലഘട്ടം അദ്ദേഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ പിന്നെ അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ദൈവദൂതനായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചു. ഓക്കെ, അങ്ങനെ അക്രമികളായിരിക്കെ പ്രളയം അവരെ പിടികൂടി. അതായത് അക്രമം ചെയ്തുകൊണ്ടിരുന്നപ്പം അദ്ദേഹം ദുആ ചെയ്യുകയും ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് കപ്പൽ ഉണ്ടാക്കുന്നതിനുള്ള മരം വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്തതെന്ന്. മരം വെച്ച് പിടിപ്പിച്ച് അത് വളർന്നു വലുതായി, എന്നിട്ടാണ് അദ്ദേഹം കപ്പൽ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ കപ്പലിൽ രക്ഷപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാലഘട്ടം അദ്ദേഹം ഭൂമിയിൽ ജീവിച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയും കാലഘട്ടം അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പിന്നെ നീതി കൽപ്പിക്കുകയും ജനങ്ങളോട് അള്ളാഹുൽ ആരാധിക്കണമെന്ന് പറയുകയും ചെയ്ത് ക്ഷമയോടുകൂടി കാത്തു നിന്നിട്ടാണ് അദ്ദേഹത്തിനെ 950 വർഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ജീവിപ്പിച്ചത്. നമുക്ക് എത്ര കൊല്ലം തന്നിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല? 60, 70, 80 അല്ലെ? ഇത്ര കൊല്ലത്തെ ക്ഷമയല്ലേ നമുക്ക് ക്ഷമയല്ലേ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളൂ അല്ലെ. ഇത്ര കൊല്ലേ നമ്മളോട് ക്ഷമിക്കാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. 50 കൊല്ലം, ഈ 50 കൊല്ലം അല്ലെങ്കിൽ 60 കൊല്ലം ഇത്ര പോലും നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. നമുക്ക് ക്ഷമ ഇത്ര പോലും കിട്ടുന്നില്ല. നമ്മൾ അത്രേ ഉള്ളൂ. നമ്മുടെ ഈമാന്റെ പവറാണ് അത് കാണിക്കുന്നത്. അത്രയും കാലഘട്ടം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ഭൂമിയിൽ ജീവിപ്പിച്ചിട്ട് അവനെ ജനങ്ങൾക്കിടയിൽ അവന് പിന്നെ ജനങ്ങളോട് പിന്നെ അള്ളാഹുൽ വിശ്വസിക്കണമെന്ന് കൽപ്പിച്ചിട്ട് പോലും വിരലിലെണ്ണാവുന്ന ആളുകളെ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ജനതയിൽ നിന്ന് നൂഹ് അലൈഹി ഇസ്ലാമിനോടൊപ്പം കപ്പലിൽ കയറിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ജന്തുജാലങ്ങളൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ കയറ്റിയത്. അത്രയും കുറച്ച് ആളുകൾ മാത്രമേ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ എന്നെ സ്വീകരിക്കാനും നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കൂടെ പോകാനും തയ്യാറായിട്ടുള്ളൂ. മകന് പോലും അതിന് തയ്യാറായില്ല എന്നാണ്. മകന് പോലും വെള്ളത്തിൽ മുക്കപ്പെട്ടു എന്നാണ്. അപ്പം ഇത്രയും കാലഘട്ടം ജീവിച്ച നബി നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടും
ഇത്രയും കാലഘട്ടം ജീവിച്ച ആളുകൾ നമ്മുടെ മുന്നിലുണ്ടായിട്ടും നമുക്ക് കിട്ടിയ ഈ ഒരു ചെറിയ കാലഘട്ടത്തിനെ പോലും നമുക്ക് ക്ഷമ കാണിക്കാൻ പറ്റുന്നില്ല. ഈ കാലഘട്ടത്തിൽ പോലും നമുക്ക് ക്ഷമയുള്ളവരായിട്ട് നമുക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റുന്നില്ല. നമ്മളിൽ ആരുണ്ട് ഞാൻ ക്ഷമയുള്ള ഒരാളാണെന്ന് പറയുന്ന നമ്മളെ കൂട്ടത്തിൽ ആരുണ്ട്? ആരും ഉണ്ടാവില്ല. എല്ലാവരുടെയും ഉള്ളിന്റെ ഉള്ളിലുള്ള തിന്മകള് ഉള്ളിന്റെ ഉള്ളിലുണ്ട് അല്ലെ? നമ്മളെ ക്ഷമയുടെ ആ അറ്റം എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു കുമിള പോലെയാണ്. നമ്മൾ ഭയങ്കര ക്ഷമയുള്ളവരാണെന്നൊക്കെ പറയും. ഒന്നണ്ട് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാല് തീരുന്ന ക്ഷമയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അപ്പൊ പൊട്ടിത്തെറിക്കും നമ്മൾ. അപ്പൊ നമ്മുടെ ശരിക്കുള്ള സ്വഭാവം നമ്മൾ പുറത്ത് കാണിക്കും. അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, എന്നിട്ട് നാം അദ്ദേഹത്തെയും കപ്പലിലുള്ളവരെയും രക്ഷപ്പെടുത്തുകയും അതിനെ ലോകർക്ക് ഒരു ദൃഷ്ടാന്തമാക്കുകയും ചെയ്തു. ഇബ്രാഹിമിനെയും നാം അയച്ചു. അദ്ദേഹം തന്റെ ജനതയോട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമത്രേ. നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കുകയും അവനെ സൂക്ഷിക്കുകയും ചെയ്യുക, അതാണ് നിങ്ങൾക്ക് ഉത്തമം, നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ. നിങ്ങൾ അള്ളാഹുവിന് പുറമെ ചില വിഗ്രഹങ്ങളെ ആരാധിക്കുകയും കള്ളം കെട്ടിച്ചമയ്ക്കുകയുമാണ് ചെയ്തത്. അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നത് ആരെയാണോ അവർ നിങ്ങൾക്കുള്ള ഉപജീവനം അധീനമാക്കുന്നില്ല. അതിനാൽ നിങ്ങൾ അള്ളാഹുവിൽ ഉപജീവനം തേടുകയും അവനെ ആരാധിക്കുകയും അവനോട് നന്ദി കാണിക്കുകയും ചെയ്യുക. അവങ്കിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. നിങ്ങൾ നിഷേധിച്ച് തള്ളുകയാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പുള്ള പല സമുദായങ്ങളും നിഷേധിച്ച് തള്ളുകയുണ്ടായിട്ടുണ്ട്. ദൈവദൂതന്റെ ബാധ്യത വ്യക്തമായ പ്രബോധനം മാത്രമാകുന്നു. അള്ളാഹു എങ്ങനെ സൃഷ്ടി ആരംഭിക്കുകയും അത് പിന്നെ ആവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയില്ലേ? തീർച്ചയായും അത് അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ളത് അത്രേ. പറയുക, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് അവൻ എപ്രകാരം സൃഷ്ടി ആരംഭിച്ചിരിക്കുന്നു എന്ന് നോക്കൂ. പിന്നീട് അള്ളാഹു അവസാനം മറ്റൊരിക്കൽ കൂടി സൃഷ്ടിക്കുന്നതാണ്. തീർച്ചയായും അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനത്രേ. താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കരുണ കാണിക്കുകയും ചെയ്യുന്നു. അവങ്കിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരപ്പെടുകയും ചെയ്യും. ഭൂമിയിലാകട്ടെ ആകാശത്താകട്ടെ നിങ്ങൾക്ക് അവനെ തോൽപ്പിക്കാനാവില്ല. നിങ്ങൾക്ക് അള്ളാഹുവിന് പുറമെ ഒരു രക്ഷാധികാരിയോ സഹായിയോ ഇല്ല. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലും അവനെ കണ്ടുമുട്ടുന്നതിലും അവിശ്വസിച്ചവരാരോ അവർ എന്റെ കാരുണ്യത്തെ പറ്റി നിരാശപ്പെട്ടിരിക്കുകയാണ്. അക്കൂട്ടർക്കത്രേ വേദനയേറെ ശിക്ഷയുള്ളത്. നിങ്ങൾ അവനെ കൊന്നുകളയുകയോ ചുട്ടരിക്കുകയോ ചെയ്യൂ എന്ന് പറഞ്ഞതല്ലാതെ അപ്പോൾ അദ്ദേഹത്തിന്റെ ഇബ്രാഹിമിന്റെ ജനത മറുപടിയൊന്നും നൽകിയില്ല. എന്നാൽ അള്ളാഹു അദ്ദേഹത്തെ അഗ്നിയിൽ നിന്ന് രക്ഷിച്ചു. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെയാണ് പിന്നെ നബിമാരില് അള്ളാഹു സുബ്ഹാനഹു വ തആല തീ കൊണ്ട് പരീക്ഷിച്ചത്. ഓക്കെ, അതായത് തീയിലേക്ക് അദ്ദേഹത്തെ എറിയുകയാണ് ചെയ്തത്. ജനങ്ങള് ഒക്കെ അദ്ദേഹത്തെ, അതായത് അവര് പിന്നെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം അതിനൊക്കെ എതിർത്തപ്പം അദ്ദേഹത്തെ തീയിലേക്ക് എറിയുകയാണ് ചെയ്തത്. എന്നാല് തീകുണ്ടത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, സൂറത്തുൽ അംബിയായില് അത് ഇനി പറയും കേട്ടോ. സൂറത്തുൽ അംബിയായിലും ഈ ഭാഗത്തെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഓക്കെ, അദ്ദേഹം ഇബ്രാഹിം പറഞ്ഞു, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിഗ്രഹങ്ങളെ സ്വീകരിച്ചിട്ടുള്ളത് ഐഹിക ജീവിതത്തിൽ നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ പേരിൽ മാത്രമാകുന്നു. പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നിങ്ങളിൽ ചിലർ ചിലരെ നിഷേധിക്കുകയും ചിലർ ചിലരെ ശപിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ സങ്കേതം നരകമായിരിക്കുകയും ചെയ്യും. നിങ്ങളെ ഒക്കെ സഹായികൾ ആരും ഉണ്ടാവുകയില്ല. അപ്പോൾ ലൂത്ത് അദ്ദേഹത്തിൽ വിശ്വസിച്ചു. അദ്ദേഹം ഇബ്രാഹിം പറഞ്ഞു, തീർച്ചയായും ഞാൻ സ്വദേശം വെടിഞ്ഞ് എന്റെ രക്ഷിതാവിലേക്ക് പോവുകയാണ്. തീർച്ചയായും അവനാകുന്നു പ്രതാപിയും യുക്തിമാനും. അദ്ദേഹത്തിന്റെ പുത്രൻ ഇസ്ഹാക്കിനെയും പൗത്രൻ യാക്കൂബിനെയും നാം പ്രദാനം ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിന്റെ സന്തതി പരമ്പരയിൽ പ്രവാചകത്വവും വേദവും നാം നൽകുകയും ചെയ്തു. ഇഹലോകത്ത് അദ്ദേഹത്തിന് നാം പ്രതിഫലം നൽകിയിട്ടുണ്ട്. പരലോകത്ത് തീർച്ചയായും അദ്ദേഹം സജ്ജനങ്ങളുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യും. ഇതാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു ലൂത്ത് അലൈഹി ഇസ്ലാം എന്ന് പഠിപ്പിക്കുന്നത്. ഒക്കെ, ലൂത്ത് അലൈഹി ഇസ്ലാമും അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷെ അവർ രണ്ടുപേരും രണ്ട് സമൂഹമായിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. രണ്ടുപേരും രണ്ട് സ്ഥലത്തായിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. പക്ഷെ തൊട്ടടുത്തടുത്തായിരുന്നു. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ അയക്കുന്ന കഥയൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലൂത്തിനെയും ദൂതനായി അയച്ചു. തന്റെ ജനതയോട് അദ്ദേഹം പ്രകാരം പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു. തീർച്ചയായും നിങ്ങൾ നീചകൃത്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മുമ്പ് ലോകരിൽ ഒരാളും അത് ചെയ്യുകയുണ്ടായിട്ടില്ല. നിങ്ങൾ കാമനിവർത്തിക്കായി പുരുഷന്മാരുടെ അടുത്ത് ചെല്ലുകയും പ്രകൃതിപരമായ മാർഗം ലംഘിക്കുകയും നിങ്ങളുടെ സദസ്സിൽ വെച്ച് നിഷിദ്ധവൃത്തി ചെയ്യുകയുമാണോ? അപ്പോൾ അദ്ദേഹത്തിന്റെ ജനത മറുപടിയൊന്നും നൽകുകയുണ്ടായില്ല. നീ സത്യവാന്മാരുടെ കൂട്ടത്തിലാണെങ്കിൽ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷ നീ കൊണ്ടുപോവാ എന്ന് പറഞ്ഞതല്ലാതെ. അവര് അതിനെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. നീ അങ്ങനെ പറയണമെങ്കിൽ എന്നാ ശിക്ഷ കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് അവര് ലൂത്ത് അലൈഹി ഇസ്ലാമിനെ വെല്ലുവിളിച്ചു എന്നാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ രക്ഷിതാവെ, കുഴപ്പക്കാരായ ജനതയ്ക്കെതിരിൽ എന്നെ നീ സഹായിക്കണമേ. നമ്മുടെ ദൂതന്മാർ ഇബ്രാഹിമിന്റെ അടുത്ത് സന്തോഷ വാർത്തയും കൊണ്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ ഈ നാട്ടുകാരെ നശിപ്പിക്കാൻ പോകുന്നവരാകുന്നു. തീർച്ചയായും ഈ നാട്ടുകാർ അക്രമികളായിരിക്കുന്നു. ഇബ്രാഹിം പറഞ്ഞു, ലൂത്ത് അവിടെ ഉണ്ടല്ലോ. ദൂതന്മാർ പറഞ്ഞു,
അങ്ങനെയുള്ളവരെ പറ്റി നമുക്ക് നല്ലവണ്ണം അറിയാം. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും നാം രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. അദ്ദേഹത്തിന്റെ ഭാര്യ ഒഴികെ അവൾ ശിക്ഷയിൽ അകപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കുന്നു. നമ്മുടെ ദൂതന്മാർ ലൂത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ അവരുടെ കാര്യത്തിൽ അദ്ദേഹം ദുഃഖിതനാവുകയും അവരുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് മനപ്രയാസം ഉണ്ടാവുകയും ചെയ്തു. അവർ പറഞ്ഞു, താങ്കൾ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ വേണ്ട, താങ്കളെയും കുടുംബത്തെയും തീർച്ചയായും ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നതാണ്. താങ്കളുടെ ഭാര്യ ഒഴികെ അവൾ ശിക്ഷയിൽ അകപ്പെടുന്നവരുടെ ആയിരിക്കുന്നു. ഈ നാട്ടുകാരുടെ മേൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അധർമ്മത്തിന്റെ ഫലമായി ആകാശത്ത് നിന്ന് ഞങ്ങൾ ഒരു ശിക്ഷ ഇറക്കുന്നതാണ്. തീർച്ചയായും അതിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് വ്യക്തമായ ഒരു ദൃഷ്ടാന്തം നാം അവശേഷിപ്പിച്ചിട്ടുണ്ട്. ഇതില് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മലക്കുകള് ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിലേക്ക് ചെന്നപ്പം ഈ മലക്കുകളുടെ അടുത്തേക്ക് വരെ ആളുകൾ ഓടി വന്നു എന്നാണ്. മലക്കുകളെ ഇതിനു വേണ്ടിയിട്ട് അവര് പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ഓടി വന്നു. എന്നിട്ട് മലക്കുകളെ ലൂത്ത് അലൈഹി ഇസ്ലാം വീട്ടിന്റെ ഉള്ളില് അടച്ചിട്ടിട്ടാണ് അവിടെ നിന്നാണ് പിന്നീട് മലക്കുകള് അവരെ ശിക്ഷിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മലക്കുകൾ മനുഷ്യരൂപത്തിലാണ് വന്നത്. എന്നിട്ട് ആ മലക്കുകളെ പിന്നാലെ ഈ ആളുകൾ ഓടിക്കൂടി എന്നാണ്. അത്രയും നീചവൃത്തിയിലായിരുന്നു ആ സമൂഹം. അതുകൊണ്ടാ പറഞ്ഞത്, ഒരു നീചവൃത്തി അത്രയും കഠിനമാകുമ്പോഴല്ലാതെ ഒരു നാടിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായിട്ട് നശിപ്പിക്കുകയില്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരു നാട് നശിപ്പിക്കപ്പെട്ടാലും, പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടാലും അതിന്റെ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്രയോ വലിയ തിന്മകൾ അവിടെ അതിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പ്രകൃതി കൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ശിക്ഷിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യുകയും ചെയ്തത് എന്നുള്ളതാണ്. മദിയൻകാരിലേക്ക് അവരുടെ സഹോദരനായ ശുഐബിനെയും നാം അയച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കുകയും അന്ത്യദിനത്തെ പ്രതീക്ഷിക്കുകയും ചെയ്യുവിൻ. നാശകാരികളായിക്കൊണ്ട് നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. അപ്പോൾ അവർ അദ്ദേഹത്തെ നിഷേധിച്ചു തള്ളി. അതിനാൽ ഭൂകമ്പം അവരെ പിടികൂടി. അങ്ങനെ അവർ തങ്ങളുടെ വീടുകളിൽ വീണടിഞ്ഞവരായി തീർന്നു. ആദ് സമൂദ് സമുദായങ്ങളെയും നാം നശിപ്പിക്കുകയുണ്ടായി. അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. പിശാച് അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി തോന്നിപ്പിക്കുകയും അവരെ ശരിയായ മാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്തു. വാസ്തവത്തിൽ അവർ കണ്ടറിയാൻ കഴിവുള്ളവരായിരുന്നു. ഹാറൂനെയും ഫിറൌനെയും ഹാമാനെയും നാം നശിപ്പിച്ചു. വ്യക്തമായ തെളിവുകളും കൊണ്ട് മൂസ അവരുടെ അടുത്ത് ചെല്ലുകയുണ്ടായി. ഫിറൌനും ഹാമാനും ഒരുമിച്ചായിരുന്നു. ഫിറൌന്റെ സഹായിയായിരുന്നു ഹാമാന്, മന്ത്രിയായിരുന്നു ഹാമാന്. ഹാറൂന് അവിടുത്തെ ഏറ്റവും വലിയ ഒരു പണക്കാരനായിരുന്നു. അപ്പൊ ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി ഇസ്ലാമിലൂടെയാണ് അവരെ നശിപ്പിച്ചത്. അപ്പോൾ അവർ നാട്ടിൽ അഹങ്കരിച്ച് നടന്നു. അവർ നമ്മെ മറികടക്കുന്നവരായില്ല. അങ്ങനെ എല്ലാവരെയും അവരുടെ കുറ്റത്തിന് നാം പിടികൂടി. അവരിൽ ചിലരുടെ നേരെ നാം ചരൽക്കാറ്റ് അയക്കുകയാണ് ചെയ്തത്. അവരിൽ ചിലരെ ഘോര ശബ്ദവും പിടികൂടി. അവരിൽ ചിലരെ നാം ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു. അവരിൽ ചിലരെ നാം മുക്കി നശിപ്പിച്ചു. അള്ളാഹു അവരോട് അക്രമം ചെയ്യുകയുണ്ടായിരുന്നിട്ടില്ല, അവർ അവരോട് തന്നെ അക്രമം ചെയ്യുകയായിരുന്നു. അള്ളാഹുവിന് പുറമെ വല്ല രക്ഷാധികാരികളെയും സ്വീകരിച്ചവരുടെ ഉപമ എട്ടുകാലിയുടെ ഇതുപോലെയാകുന്നു. അത് ഒരു വീടുണ്ടാക്കി വീടുകളിൽ വെച്ച് ഏറ്റവും ദുർബലമായത് എട്ടുകാലിയുടെ വീട് തന്നെ. അവർ കാര്യം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ. അതായത് ശിർക്ക് ചെയ്തവരെന്ന് പറയുന്നത് എട്ടുകാലിയുടെ വീട് പോലെയാണ് എന്നാണ്. അത് അത്രയും ദുർബലമായിട്ടുള്ള ഒരു കാര്യമാണ്. അള്ളാഹുവിന് ഒരൊറ്റ നിമിഷം മതി അത് നശിപ്പിച്ച് കളയാൻ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ വെറുതെ വിട്ട് അയക്കുകയാണ് ചെയ്തത്, നാളെ പരലോകത്ത് വെച്ച് അവരെ ശിക്ഷിക്കാൻ വേണ്ടി. തനിക്ക് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏതൊരു വസ്തുവെയും തീർച്ചയായും അള്ളാഹു അറിയുന്നു. അവനാകുന്നു പ്രതാപിയും യുക്തിമാനും. ആ ഉപമകൾ നാം മനുഷ്യർക്ക് വേണ്ടി വിവരിക്കുകയാണ്. അവർ അറിവുള്ളവരല്ലാതെ അവയെപ്പറ്റി ചിന്തിച്ച് മനസ്സിലാക്കുകയില്ല. ആകാശങ്ങളും ഭൂമിയും മുറപ്രകാരം അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. തീർച്ചയായും അതിൽ സത്യവിശ്വാസികൾക്ക് ദൃഷ്ടാന്തമുണ്ട്. നബിയെ, വേദഗ്രന്ഥത്തിൽ നിന്ന് നിനക്ക് ബോധനം നൽകപ്പെട്ടത് ഓതി കൽപ്പിക്കപ്പെടുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും ചെയ്യുക. തീർച്ചയായും നമസ്കാരം നീചവൃത്തിയിൽ നിന്നും നിഷിദ്ധ കർമ്മങ്ങളിൽ നിന്നും തടയുന്നു. അള്ളാഹുയെ ഓർമ്മിക്കുക എന്നത് ഏറ്റവും മഹത്തായ കാര്യം തന്നെയാകുന്നു. നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്തോ അത് അള്ളാഹു അറിയുന്നു. വേദക്കാരോട് ഏറ്റവും നല്ല രീതിയിലല്ലാതെ നിങ്ങൾ സംവാദം നടത്തരുത്. അവരിൽ നിന്ന് അക്രമം പ്രവർത്തിച്ചവരൊഴികെ. നിങ്ങൾ അവരോട് പറയുക, ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ദൈവവും നിങ്ങളുടെ ദൈവവും ഒരുവനാകുന്നു. ഞങ്ങൾ അവന് കീഴ്പ്പെടുന്നവരുമാകുന്നു. അതായത് വേദക്കാരെന്ന് പറയുന്നത് അവർക്ക് മുൻപ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ വേദം കൊണ്ട് തന്നെയാണ് അവർ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും അനാവശ്യങ്ങൾ പറയാൻ പാടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് നമ്മളെ റബ്ബിനെ അവര് പിന്നെ ചീത്ത പറയും. അതായത് അവര് ചെയ്യുന്നത് അവര് പ്രാർത്ഥിക്കുന്നതും ആരോടാണ്? റബ്ബിനോട് തന്നെയാണ്. അവര് വേദക്കാരായത് കാരണം അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചില്ല എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് അവര് അവിടെ തന്നെ സ്റ്റോപ്പായി പോയത്. അവര് ശരിക്കും അവരുടെ അടുത്തുള്ളത് എന്താണ്? നമ്മളെ അടുത്തുള്ള അതേപോലെ തന്നെയുള്ള വേദഗ്രന്ഥം തന്നെയാണ്. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഖുർആനിലേക്ക് അവര് മാറി ചിന്തിച്ചില്ല എന്നത് കൊണ്ട് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും അനാവശ്യങ്ങളൊന്നും അവരുടെ അടുത്ത് പറയരുത് എന്നാണ്. നിങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൈവം ഒന്ന് തന്നെയാണ് എന്നാണ് അവരുടെ അടുത്ത് പറയേണ്ടത് എന്നുള്ളതാണ്.
അതുപോലെ നിനക്കും നാം വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ നാം മുമ്പ് വേദഗ്രന്ഥം നൽകിയിട്ടുള്ളവർ ഇതിൽ വിശ്വസിക്കുന്നതാണ്. ഈ കൂട്ടരിലും അതിൽ വിശ്വസിക്കുന്നവരുണ്ട്. അവിശ്വാസികളല്ലാതെ നമ്മുടെ ദൃഷ്ടാന്തം നിഷേധിക്കുകയില്ല. ഇതിനു മുമ്പ് നീ വല്ല ഗ്രന്ഥവും പാരായണം ചെയ്യുകയോ നിന്റെ വലത് കൈ കൊണ്ട് അത് എഴുതുകയോ ചെയ്തിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ സത്യനിഷേധികൾക്ക് സംശയിക്കാമായിരുന്നു. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുത്തും വായനയും അറിയാമായിരുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനാഥനായിട്ട് ജനിച്ചവനാണ്. അതുകൊണ്ട് തന്നെ ആ വലിയ സമ്പത്തുള്ള ആളുകൾ ജീവിച്ച പോലെ അവര് പഠിച്ചതുപോലെ ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അക്ഷരജ്ഞാനമില്ലാത്ത ആളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇങ്ങനൊരു വേദഗ്രന്ഥം ഉണ്ടാക്കുകയില്ല എന്നുള്ളത് അവിടെയുള്ള ഖുറൈശികൾക്ക് അറിയാം. അപ്പൊ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നാൽ ജ്ഞാനം നൽകപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ അത് സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങളാകുന്നു. അക്രമികളല്ലാതെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയില്ല. അവർ അവിശ്വാസികൾ പറഞ്ഞു, ഇവന്റെ രക്ഷിതാവിൽ നിന്ന് എന്തുകൊണ്ട് ദൃഷ്ടാന്തങ്ങൾ ഇറക്കപ്പെടുന്നില്ല? നീ പറയുക, ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിങ്കൽ മാത്രമാകുന്നു. ഞാൻ വ്യക്തമായ ഒരു താക്കീതുകാരൻ മാത്രമാകുന്നു. അതായത് പണ്ടുള്ള കാലഘട്ടങ്ങളിലുള്ള നബിമാർക്കൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ടല്ലോ. മൂസാ അലൈഹി ഇസ്ലാമിനൊക്കെ കയ്യെ പിന്നെ പ്രകാശത്തിലാക്കി, വടി പാമ്പായി മാറി, ഇങ്ങനെയൊക്കെ ഒരുപാട് മുജിസത്തുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അത്ഭുതങ്ങളൊന്നും കാണിക്കാറുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ നിനക്ക് മാത്രം അങ്ങനത്തെ ദൃഷ്ടാന്തങ്ങളൊന്നും ഇല്ലേ? നീയും ഇങ്ങനെ ഒരു നബിയാവുക? നബിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കണമല്ലോ എന്നുള്ള രീതിയിലാണ് അവര് പറഞ്ഞത്. നാം നിനക്ക് വേദഗ്രന്ഥം ഇറക്കി തന്നിരിക്കുന്നു എന്ന് തന്നെ അവർക്ക് തെളിവ് മതിയായിട്ടില്ലേ? അതായത് ഈസാ അലൈഹി ഇസ്ലാമിന് അറിയാലോ, തൊട്ടിൽ നിന്ന് തന്നെ സംസാരിച്ച കുട്ടിയാണ് ഈസാ അലൈഹി ഇസ്ലാം. അപ്പൊ എല്ലാവർക്കും അവരുടേതായ മുജിസത്തുകൾ ഉണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ പ്രത്യേകമായിട്ട് ശരീരം കൊണ്ട് കാണിക്കാവുന്ന രീതിയിലുള്ള ഒരു അത്ഭുതങ്ങളൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പറയാണ്, അതായത് വേദഗ്രന്ഥം എന്ന് ഈ പരിശുദ്ധ ഖുർആനാണ് എന്ത് ഏറ്റവും വലിയ മുജിസത്ത് എന്ന്. വേറൊന്നും ഇതിന് പകരമായിട്ട് ആവശ്യമില്ല എന്ന്. കാരണം ഇതിൽ പറയാണ് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ അവൻ നശിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞതായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ ഇനി വരും അത്. അപ്പൊ ആ ഒരാളെ നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് ആ ആള് അന്ന് നശിച്ചിട്ടില്ല. ആള് ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിയായിട്ട് ജീവിക്കുന്ന സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനിലെ ആയത്ത് വരുന്നത്, അവൻ നശിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം 9 വർഷത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് ആ നാശം ജനങ്ങൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മുഅ്ജിസത്ത് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഖുർആനിലൂടെ, ഇന്ന കാര്യം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സംഭവം നടന്നിട്ടില്ല അവിടെ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുമ്പം പിന്നീട് അത് സംഭവിക്കുന്നത് ജനങ്ങൾ കാണണം. അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് മുഅ്ജിസത്ത് അല്ലെ? നമ്മളൊരു കാര്യം ഇപ്പൊ പിന്നെ ഈ അതായത് ഈസാ അലൈഹി ഇസ്ലാം പിന്നെ മരണപ്പെട്ടവരെ ജീവിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, മരണപ്പെട്ടവരെ ജീവിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ മരണപ്പെട്ടവരെ ജീവിപ്പിക്കുമ്പം പിന്നെ അതൊരു മുഅ്ജിസത്താണ്. അപ്പം അത് നേരിട്ട് പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. പക്ഷെ ഖുർആനിലൂടെ സംഭവിക്കുന്നത് എന്താണ്? കുറച്ച് സമയം എടുത്തിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമയം കൊടുത്തിട്ടാണ് അത് സംഭവിക്കുന്നത്. അത് നമുക്കൊക്കെ ഉള്ള ജീവിതത്തിൽ നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോ കേട്ട് കഴിഞ്ഞവര് ഇത് അനുഭവിക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ പരീക്ഷിച്ചറിയുക തന്നെ ചെയ്യുന്നു. ഇത് സംഭവിക്കുക തന്നെ ചെയ്യും നമ്മുടെ ജീവിതത്തിൽ. അത് സംഭവിക്കാതെ പോയവർക്ക് കൊണ്ടാണ് പറയുന്നത്, അതെന്തായാലും ജീവിതത്തിൽ വരും, നമ്മുടെ അടുത്തേക്ക് അത് കടന്നു വരും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന രീതിയിലേക്ക് നമുക്കൊരു പരീക്ഷണത്തിന്റെ അങ്ങേയറ്റം വരും. ഇനിയൊന്നുമില്ല, അള്ളാഹുവിൽ നിന്ന് ആകാശത്ത് നിന്ന് എന്തെങ്കിലും അത്ഭുതം ഇറങ്ങി വരികയല്ലാതെ എന്റെ ജീവിതത്തിൽ ഈ ഒരു പ്രശ്നത്തിന് തീർക്കാൻ വേറെ ഒന്നുമില്ല എന്ന് നമ്മള് മനസ്സുകൊണ്ട് മനസ്സിലാക്കുന്ന ഒരു സമയം വരും. ഒരാളെ കൊണ്ടും എന്നെ സഹായിക്കാൻ പറ്റൂല, അള്ളാഹ്ക്ക് അല്ലാതെ എന്നുള്ള മനസ്സിലാക്കുന്ന ഒരു സന്ദർഭം എല്ലാ മനുഷ്യനും കടന്നു വരും. ഓക്കെ, അള്ളാഹുവിന്റെ കലാമ് ഒരാൾ ഓതി അതിനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അവന്റെ ജീവിതത്തിൽ അത് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിച്ചറിയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വാക്ക്. അത് മുഅ്ജിസത്തായിട്ട് തന്നെ നമുക്കത് കാണും. നമ്മളത് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അത് ഈ കേൾക്കുന്ന എന്റെ വോയിസ് കേൾക്കുന്ന എല്ലാവരുടെ ജീവിതത്തിലും അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എന്തായാലും വരും. നമ്മളെ നല്ലോണം അല്ലാഹ് ഷെയ്ക്ക് ചെയ്തിട്ട് ഇനിയൊന്നും ഇല്ല, ഞാൻ എന്റെ റബ്ബിൽ നിന്ന് ഇറങ്ങുന്ന അത്ഭുതം അല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും.
അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മൂജിസത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഖുർആൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്? നമുക്ക് മൂജിസത്താണ് എന്നാണ്. അത് ഏത് കാലഘട്ടത്തിലും, ഈ ഖുർആൻ പഠിക്കുന്ന ഏത് കാലഘട്ടത്തിലുള്ള ആളുകൾക്കും അത് നേരിട്ട് അനുഭവിക്കുക തന്നെ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ അടുത്തില്ലെങ്കിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം കൊണ്ടോ എന്തെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മൂജിസത്ത് കൊടുത്തിരുന്നുവെങ്കിൽ നമ്മളൊരു കഥ പോലെയായിരുന്നു അത് കേൾക്കുക, അല്ലെ? കഥ പോലെയാണ് അത് വായിക്കുക. പക്ഷെ ഈ കലാം ഇതൊരു മൂജിസത്താണെന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ അതാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരാനുണ്ട് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അത് വരാൻ പോകുന്നുണ്ട്, വരാത്തവരോടാണ് പറയുന്നത്. അതെന്തായാലും സംഭവിക്കും. ആ സംഭവിക്കുമ്പോൾ നമ്മളത് നന്നായിട്ട് നല്ല നല്ല ക്ഷമ വേണ്ടി വരും. ക്ഷമയല്ല അത് ഇനിയൊന്നും ഇല്ല, എനിക്ക് ദുനിയാവിൽ ഒരാളെ കൊണ്ട് എന്നെ സഹായിക്കാൻ പറ്റൂല എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുകയും പിന്നീട് നമ്മൾ അതിലെ ക്ഷമ കാണിക്കുമ്പോൾ ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഇന്ന മഅൽ ഉസ്രി യുസ്ര എന്നുള്ള ആയത്തിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും. അതായത് ഒരു പരീക്ഷണത്തിന്റെ കൂടെ തന്നെ ഒരു അനുഗ്രഹം ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്ന ഒരു ദിവസം നമുക്ക് വരും, അത് ആ അനുഭവം കഴിഞ്ഞതിന് ശേഷം. അപ്പൊ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഈ ഖുർആൻ എന്താണ് മൂജിസത്താണെന്ന് പറയുന്നത്. കാരണം അത് ഏത് കാലഘട്ടത്തിൽ ആരിത് വായിച്ചാലും ഈ ആയത്തിന്റെ പിന്നാലെ ആ ഒരു പ്രയാസം നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വരും. പക്ഷെ അത് ഒരിക്കലും ഒരു സത്യവിശ്വാസിക്ക് ഒരു പ്രയാസമല്ല. ആ സത്യവിശ്വാസിക്ക് ഒരു അനുഗ്രഹമായിട്ട് അത് മാറുകയും ചെയ്യും. ആ പരീക്ഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വന്നത് നന്നായി, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹത്തിലേക്ക് ഞാൻ എത്തിയത് എന്നുള്ളത് അവൻ തിരിച്ചറിയുകയും ചെയ്യും. അതാണ് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു മൂജിസത്ത്. അതായിരിക്കും ഇനി നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് വരും. വരാത്തവരോടാ പറയുന്നത്, അതെന്തായാലും സംഭവിച്ചേ മതിയാവും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചറിയും എന്ന് പറഞ്ഞതൊക്കെ. അപ്പം നാം നിനക്ക് വേദഗ്രന്ഥം ഇറക്കി തന്നിരിക്കുന്നു എന്ന് തന്നെ അവർക്ക് തെളിവ് മതിയായിട്ടില്ല, അത് അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ അനുഗ്രഹവും ഉത്ബോധനവും ഉണ്ട്. നബിയെ പറയുക, എനിക്കും നിങ്ങൾക്കും ഇടയിൽ സാക്ഷിയായി അള്ളാഹു മതി. ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത് അവൻ അറിയുന്നു. അസത്യത്തിൽ വിശ്വസിക്കുകയും അള്ളാഹുൽ അവിശ്വസിക്കുകയും ചെയ്യുന്നവരാരോ അവർ തന്നെയാണ് നഷ്ടം പറ്റിയവർ. ശിക്ഷയുടെ കാര്യത്തിൽ അവർ നിന്നോട് ധൃതി കൂട്ടുന്നു. നിർണയിക്കപ്പെട്ട ഒരു അവധി ഉണ്ടായിരുന്നില്ലെങ്കിൽ അവർക്ക് ശിക്ഷ വന്നു കഴിഞ്ഞിട്ടുണ്ടാകുമായിരുന്നു. അവർ ഓർക്കാതിരിക്കെ പെട്ടെന്ന് അത് അവർക്ക് വന്നെത്തുക തന്നെ ചെയ്യും. ശിക്ഷയുടെ കാര്യത്തിൽ അവർ നിന്നോട് ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും നരകം നിഷേധികളെ വലയം ചെയ്യുന്നതാകുന്നു. അവരുടെ മുകൾ ഭാഗത്തു നിന്നും അവരുടെ കാലുകൾക്കിടയിൽ നിന്നും ശിക്ഷ അവരെ മൂടിക്കളയുന്ന ദിവസത്തിൽ അന്ന് അവൻ അള്ളാഹു പറയും, നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന്റെ ഫലം നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. വിശ്വസിച്ചവരായ എന്റെ ദാസന്മാരെ, തീർച്ചയായും എന്റെ ഭൂമി വിശാലമാകുന്നു, അതിനാൽ എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുകയും ഏതൊരാളും മരണത്തെ ആസ്വദിക്കുന്നതാണ്, പിന്നീട് നമ്മുടെ അടുക്കലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് നാം സ്വർഗത്തിൽ താഴ്ഭാഗത്തുകൂടി നദികൾ ഒഴുകുന്ന ഉന്നത സൗഹൃദങ്ങളിൽ താമസ സൗകര്യം നൽകുന്നതാണ്. അവർ അവിടെ നിത്യവാസികളായിരിക്കും. പ്രവർത്തിക്കുന്നവർക്ക് പ്രതിഫലം എത്ര വിശിഷ്ടം. ക്ഷമ കൈക്കൊള്ളുകയും തങ്ങളുടെ രക്ഷിതാവിനെ ബരമേൽപ്പിക്കുകയും ചെയ്തവരത്രേ അവർ. സ്വന്തം ഉപജീവനത്തിന്റെ ചുമതല വഹിക്കാത്ത എത്രയെത്ര ജീവികളുണ്ട്. അള്ളാഹുവാണ് അവയ്ക്കും നിങ്ങൾക്കും ഉപജീവനം നൽകുന്നത്. അവനാണ് എല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവന്, അല്ലെ? ഉപജീവനത്തിന്റെ ചുമതല വഹിക്കാത്ത ഏറ്റവും വലിയൊരു ജീവിയാണ് പക്ഷികൾ, അല്ലെ? പക്ഷികൾ ഒരിക്കലും അതിന്റെ കൂട്ടിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണം എടുത്ത് വെച്ചിട്ടല്ല അത് ജീവിക്കുന്നത്. മനുഷ്യന് മാത്രമാണ് ഉപജീവനം എടുത്തു വെച്ചിട്ട് ജീവിക്കുന്നവന്. ബാക്കി എല്ലാ ജീവികളും ആ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് രാവിലെ അത് പുറത്തു പോകുന്നു, ഭക്ഷണം കണ്ടെത്തുന്നു, അത് അതിന്റെ കൂട്ടിലേക്ക് വന്ന് ഉറങ്ങുന്നു. ഇതാണ് ഭൂമിയിലെ ബാക്കി എല്ലാ ജീവജാലങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള സബബ്. പക്ഷെ മനുഷ്യന് മാത്രമേ ഉള്ളൂ എന്തുള്ളത്? ഉപജീവനം എടുത്തു വെക്കാനുള്ള സൗകര്യം കൊടുത്തതും അതിനെ ഏറ്റവും എക്സ്ട്രീം ആയിട്ട് അവൻ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം, ഉപജീവനം എടുത്തു വെച്ച് ജീവിക്കുന്ന മനുഷ്യന് മാത്രമാണ് അള്ളാഹുവിന്റെ ജീവജാലങ്ങളിലെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാരണം ഭക്ഷണം എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള റിസ്ക് എന്ന് പറയുന്നത് അള്ളാഹു നിശ്ചയിച്ച ഒരു സമയം വരെ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ എത്ര തന്നെ എടുത്തു വെച്ചാലും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒന്നും ആലോചിച്ചാൽ മതി. നമ്മള് എന്നും നോമ്പറക്കുമ്പം ഒന്നായിട്ട് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടാവും, അല്ലെ, നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് എത്ര അതിൽ നിന്ന് കഴിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെ? ആ കഴിച്ചു കഴിഞ്ഞ് ബാക്കി എന്താണ്? ബാക്കി വേസ്റ്റ് ആണ്, അല്ലെ? നമുക്ക് തന്നെ അറിയാം വേസ്റ്റ് ആവും എന്നുള്ളത്. പക്ഷെ എന്നാലും നമ്മള് ഒന്നായിട്ട് എടുത്തു വെക്കും. എന്നിട്ട് വേസ്റ്റ് ആയതിനു ശേഷം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത് നാളത്തേക്ക് എടുത്തു വെച്ചിട്ടും കാര്യമില്ല.
നമ്മളത് കൊണ്ടുപോയിട്ട് വേസ്റ്റിലേക്ക് കൊണ്ടുപോയി തട്ടുകയും ചെയ്യും. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. മനുഷ്യൻ അത്രേ ഉള്ളൂ. അവനക്ക് ഒരു ഭക്ഷണം പോലും എടുത്തു വെച്ചിട്ട് അതിനെന്താക്കാൻ പറ്റുന്നില്ല, അവനക്ക് വീണ്ടും ഉപയോഗിക്കാൻ കഴിയില്ല. അത് അത്രയും വേസ്റ്റ് ആയി പോവുകയാണ്, കേടുവന്നിട്ടാണ്. കാരണം ഒരു ദിവസം മുഴുവനും നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ വീട്ടില് ആ സാധനം അങ്ങനെ ഇരുന്ന് അത് നശിപ്പിച്ച് നമ്മളത് വേസ്റ്റിലേക്ക് തട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ മനുഷ്യന്റെ ആ ഒരു ഉപജീവനത്തിന്റെ ചുമതല മനുഷ്യന്റെ കയ്യിൽ കൊടുത്തപ്പോൾ അവൻ എന്താ ചെയ്തത്? അവൻ നശിപ്പിച്ച് കളയുക ചെയ്തത്. പക്ഷെ മറ്റുള്ള ജീവജാലങ്ങൾക്ക് എന്താണ്? അത് അവന്റെ കയ്യിൽ കൊടുക്കാത്തത് കൊണ്ട് തന്നെ അത് ഏത് സമയത്തും പുറത്തു പോയി കഴിഞ്ഞാൽ അതിന് ഭക്ഷണം കിട്ടുന്നു, അത് ജീവിക്കുന്നുണ്ട്. അത് മരണം വരെ അതിന്റെ ഭക്ഷണം ഭൂമിയിൽ ഉണ്ട് താനും, അവർ ജീവിക്കുന്നുണ്ട്. മനുഷ്യർക്ക് എന്തുകൊണ്ട് തന്റെ രക്ഷിതാവിൽ ഭരമേൽപ്പിച്ചുകൂടാ എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. മനുഷ്യന് മാത്രമാണ് എന്ത് ആർത്തി കാണിക്കുകയും എടുത്തു വെക്കുകയും മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കുകയും പിശുക്കത്തരം കാണിക്കുകയൊക്കെ ചെയ്യുന്നവൻ മനുഷ്യൻ മാത്രമാണ്. മനുഷ്യർക്ക് മാത്രമേ അത് കഴിയുള്ളൂ. കാരണം എന്താണ്? മനുഷ്യന് 1000 കൊല്ലം അവന്റെ ജീവൻ ഉണ്ട് എന്നാണ് അവന് വിചാരിച്ചു വെച്ചിട്ടുള്ളത്. അവനിക്കുള്ള ആയുസ് എന്ന് പറയുന്നത് എത്ര ചുരുക്കമാണ് താനും. അവനാണ് എല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നത്. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുകയും സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തുകയും ചെയ്തത് ആരാണെന്ന് നീ അവരോട് ബഹുദൈവ വിശ്വാസികളോട് ചോദിക്കുന്ന പക്ഷം തീർച്ചയായും അവർ പറയും അള്ളാഹു ആണെന്ന്. അപ്പോൾ എങ്ങനെയാണ് അവർ സത്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നത്? അള്ളാഹുവാണ് തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവന മാർഗം വിശാലമാക്കി കൊടുക്കുകയും താൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് എടുക്കുകയും ചെയ്യുന്നതും. തീർച്ചയായും അള്ളാഹു ഏത് കാര്യത്തെ പറ്റിയും അറിയത്തുള്ളവൻ എത്ര. ആകാശത്ത് നിന്ന് വെള്ളം ചുരുകയും ഭൂമി നിർജീവമായി കിടന്നതിന് ശേഷം അതിന് ജീവൻ നൽകുകയും ചെയ്തത് ആരെന്ന് നീ അവരോട് ചോദിക്കുന്ന പക്ഷം തീർച്ചയായും അവർ പറയും അള്ളാഹു ആണെന്ന്. പറയുക അള്ളാഹുവിന് സ്തുതി. പക്ഷെ അവരിൽ അധിക പേരും ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല. ഈ ഐഹിക ജീവിതം വിനോദവും കളിയുമല്ലാതെ മറ്റൊന്നുമല്ല. തീർച്ചയായും പരലോകം തന്നെയാണ് അത് യഥാർത്ഥ ജീവിതം അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ. എന്നാൽ അവർ ബഹുദൈവ വിശ്വാസികൾ കപ്പലിൽ കയറിയാൽ കീഴ്വഴക്കം അള്ളാഹുവിനെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനെ വിളിച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് അവരെ അവൻ കരയിലേക്ക് രക്ഷപ്പെടുത്തിയപ്പോഴോ അവരത് അവനോട് പങ്കുചേർക്കുന്നു. കടലിൽ പോകുന്ന ആളുകൾ ഇതിൽ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്കറിയാം, അവർ കടലിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ഭയങ്കര വിശ്വാസികളാണ്. കാരണം എന്താണ്? കടലിലെ തിരമാലയും അതും അവരുടെ കപ്പൽ അല്ലെങ്കിൽ അവരുടെ ബോട്ട് അത് മാത്രമേ അവർക്കുള്ളൂ അല്ലെ. അവർ തിരിച്ചു മടങ്ങുമെന്ന് അവർക്കറിയില്ല. ഒന്ന് ചെരിഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന ജീവിതമാണ് അവർക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസം അത്രയും ഹയസ്റ്റ് ആണ്. കടലിലേക്ക് പോകുമ്പോൾ ഒക്കെ അവരുടെ തിന്മ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നതിന്റെ ആ ഒരു അതാണ്. അവർക്ക് ഭയങ്കര അതിലൊക്കെ ഭയങ്കരതാണ് കടലിൽ പോകുന്ന ആളുകൾക്ക്. വീട്ടിലുള്ളവർ തിന്മ ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ അവർക്ക് ഒരു വിശ്വാസമാണ്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ കടലിലുള്ളവര് നശിപ്പിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ്? അവർക്ക് അവരുടെ ആ ഒരു വിശ്വാസം കൊണ്ടാണ് അവർക്ക് കടലിലേക്ക് പോകുന്നവർക്ക്. പക്ഷെ കടലിൽ നിന്ന് അവർ കരയിലേക്ക് എത്തിക്കഴിഞ്ഞാലോ അവര് പലതിനെയും അവർ പങ്കുചേർക്കും. കാരണം കരയിൽ എത്തിക്കഴിഞ്ഞാൽ അവർ സമാധാനത്തിലായില്ലേ. പിന്നെ അതോട് കൂടിയിട്ട് അവരെന്തായി? അവര് വീണ്ടും പഴയതിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ നാം അവർക്ക് നൽകിയതിൽ അവർ നന്ദികേട് കാണിക്കുകയും അവർ സുഖാനുഭവിക്കുകയും ചെയ്യുന്നവരായി തീർന്നു. എന്നാൽ വഴിയെ അവർ കാര്യം മനസ്സിലാക്കിക്കൊള്ളും. നിർഭയമായ ഒരു പവിത്ര സങ്കേതം നാം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് അവർ കണ്ടില്ലേ. അവരുടെ ചുറ്റുഭാഗത്ത് നിന്നാകട്ടെ ആളുകൾ റാഞ്ചിയെടുക്കപ്പെടുന്നു. എന്നിട്ടും അസത്യത്തിൽ അവർ വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ അനുഗ്രഹത്തോട് അവർ നന്ദികേട് കാണിക്കുകയുമാണ്. അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുന്നവരാരോ സത്യം വന്നു കിട്ടിയപ്പോൾ അത് നിഷേധിച്ച് തള്ളുകയോ ചെയ്തവനേക്കാൾ അക്രമിയായിട്ട് ആരുണ്ട്? അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയോ സത്യം വന്നു കിട്ടിയപ്പോൾ അത് നിഷേധിച്ച് തള്ളുകയോ ചെയ്തവനേക്കാൾ അക്രമി ആരുണ്ട്? നരകത്തിൽ നിഷേധികൾക്ക് വാസസ്ഥലം ഇല്ലയോ? നമ്മുടെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെടുന്നവരാരോ അവരെ നാം വഴികളിലേക്ക് നാം നയിക്കുക തന്നെ ചെയ്യുന്നതാണ്. തീർച്ചയായും അള്ളാഹു സദ്വൃത്തരോടൊപ്പമാകുന്നു. ഇത്രയാണ് അങ്കബൂത്തിലുള്ള ആയത്തുകള്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനിയുള്ളത് സൂറത്ത് റൂം, ലുക്മാന്, സജദ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഇത് മൂന്നും എടുക്കാം ഇൻഷാ അല്ലാഹ്. الحمد لله رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. رب هب لي من الصالحين. رب هب لي من الصالحين. رب هب لي من الصالحين. رب هب لي من لدنك ذرية طيبة إنك سميع الدعاء. يا غني الله اغنني بفضلك من سواك. ربي انزل منزلا مباركا أنت خير المنزلين. اللهم يسر ولا تعسر وتمم بالخير. ربي انزل منزلا مباركا أنت خير المنزلين. سبحان الله الحمد لله لا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله. اللهم اغفر لي وارحمني واجبرني وارفعني وارزقني وهدني وعافني آمين يا رب العالمين. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. ربي انزل منزل مبارك أنت خير المنزلين. اللهم إنا نسألك جنات الفردوس الأعلى آمين يا رب العالمين. ربي إني لما أنزلت لي من خير فقير. ربنا آتنا من لدنك رحمة وهب لنا من أمرنا رشدا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين.
اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا യാ റഹ്മാൻ റഹീമീൻ അല്ലാഹു യാ ദൽ ജലാൽ ഇക്റാമായ അല്ലാഹു ഹയ്യുൽ ഖയ്യൂമായ അല്ലാഹു ഞങ്ങളിൽ നിന്ന് അല്ലാഹു ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ അല്ലാഹു ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നീ സ്വാലിഹായ അമലുകളായി സ്വീകരിക്കണമേ. അല്ലാഹു യാ റഹ്മാൻ റഹീമീൻ അല്ലാഹു ഞങ്ങളുടെ ഈ രാത്രികളിൽ അല്ലാഹു ഞങ്ങളുടെ ഇബാദത്തുകൾ അല്ലാഹു ഏറ്റവും ഉന്നതമായ രീതിയിൽ നീ സ്വീകരിക്കുകയും നീ തൃപ്തിപ്പെടുകയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ നിന്നെ കൺകുളിർക്കെ കണ്ടുമുട്ടാനുള്ള സബബാക്കി അല്ലാഹു ഇതിനെ നീ അനുഗ്രഹിക്കണമേ. ഈ കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മലക്കുകൾ അല്ലാഹു ആമീൻ പറയുന്ന സദസ്സുകളാക്കി അല്ലാഹു ഈ സദസ്സുകളെ നീ അനുഗ്രഹിക്കണമേ. റഹ്മാൻ റഹീമീൻ അല്ലാഹു ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകൾ അല്ലാഹു ഇതിനെ മുൻനിർത്തി അല്ലാഹു നിന്നോട് പൂർത്തീകരിച്ചു തരാൻ അല്ലാഹു ദുആ ചെയ്യുന്നു. യാ റഹ്മാൻ റഹീമീൻ അല്ലാഹു ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകൾ അല്ലാഹു ഈ ഖുർആന്റെ മജ്ലിസിനെ മുൻനിർത്തി അല്ലാഹു നീ പൂർത്തീകരിച്ചു തരികയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ നിന്നെ കൺകുട്ടിക്ക് കണ്ടുമുട്ടാനുള്ള സബബാക്കി അനുഗ്രഹിക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു ഞങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണമേ. അല്ലാഹു ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു സന്തോഷം സുഖം സമാധാനം സംതൃപ്തി നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സന്തതി പരമ്പരകളെ സ്വാലിഹീങ്ങളും ആരിഫീങ്ങളും ആഫിലിങ്ങളും ഖുർആന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് നിന്നിലേക്ക് മടങ്ങിയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി കൊടുക്കണമേ. ഞങ്ങളുടെ സഹോദരങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും അല്ലാഹു സന്തോഷം സുഖവും സമാധാനം സംതൃപ്തി നിറഞ്ഞ ജീവിതത്തിന് വിധി കൂട്ടി കൊടുക്കണമേ. ഞങ്ങളുടെ ഇണകളുടെ കുടുംബങ്ങളിൽ അല്ലാഹു സന്തോഷം സുഖവും സമാധാനം സംതൃപ്തി നിറഞ്ഞ ജീവിതമാക്കി കൊടുത്ത് അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിത മാർഗങ്ങളിൽ അല്ലാഹു വിശാലത നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമീൻ അല്ലാഹുവേ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും അല്ലാഹു സത്യവിശ്വാസികളായി കൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കയറി വന്നവർക്കും നീ പാപമോചനവും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിർദൗസിലായ എല്ലാവരെയും ഞങ്ങളെ നീ ഒരുമിച്ച് ചേർക്കുകയും ചെയ്യണമേ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതമാർഗങ്ങളിൽ അല്ലാഹുവേ നീ വിശാലത നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കച്ചവടങ്ങളിൽ അല്ലാഹു ബറക്കത്തും റഹ്മത്തും ചൊരിഞ്ഞു തന്ന് അനുഗ്രഹിക്കണമേ. അല്ലാഹു വരും തലമുറകൾക്ക് വേണ്ടി അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് അല്ലാഹു ഒരുപാട് അമലുകൾ അല്ലാഹുവേ നീ നിലനിർത്തി കൊടുക്കണമേ. യാ റഹ്മാൻ റഹീമീൻ അല്ലാഹുവേ സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിർദൗസിലായ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അല്ലാഹുവേ അവരുടെ ഉമ്മത്തുകളോടൊപ്പം അല്ലാഹു ഞങ്ങളെ നീ ഒരുമിച്ച് ചേർക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുവേ ഞങ്ങളോട് കരുണ കാണിക്കാത്തവർക്ക് അല്ലാഹുവേ ഞങ്ങളുടെ മേൽ അധികാരം നൽകി ഞങ്ങളെ പരീക്ഷിക്കരുതേ. അല്ലാഹുവേ ഞങ്ങളെ നാടുകളിൽ അല്ലാഹു നിർഭയത്വം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹു ശത്രുക്കളുടെ ശത്രുതകളും അവരുടെ കുതന്ത്രങ്ങളും അല്ലാഹു അവരിലേക്ക് തന്നെ നീ തിരിച്ചു മടക്കണമേ. യാ റഹ്മാൻ റഹീമീൻ അല്ലാഹുവേ ഞങ്ങളിൽ അല്ലാഹു എല്ലാവർക്കും നീ സമാധാനം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ നിർഭയത്വം നൽകി അനുഗ്രഹിക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഖുർആൻ നോക്കുമ്പോൾ ചില സമയത്ത് സുജൂദ് ചെയ്യാനുണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ഖുർആൻ ഓതുന്ന നിർത്തിയിട്ട് അപ്പം തന്നെ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് നമ്മളൊരു കൂട്ടായ്മയുടെ കൂടെ ഓതി പോവുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഓതിപ്പോയാൽ മതി. ഓക്കെ. കാരണം നമ്മള് ഖത്തമുൽ ഖുർആന്റെ മജ്ലിസിലിരിക്കുമ്പോഴുള്ള കാര്യമല്ല നിങ്ങൾ ചോദിക്കുന്നത്. സ്വന്തമായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിർത്തിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ മജ്ലിസിൽ നിങ്ങൾക്ക് സുജൂദ് ചെയ്യാതിരിക്കാം. പക്ഷെ അവിടെ ഇമാമ, അതായത് നിങ്ങളുടെ ഇമാമായിട്ടുള്ള അവര് ഓതുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൂടെ തന്നെ നിങ്ങൾ ഓതി പോകുന്നതാണ് നല്ലത്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം സുജൂദ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും. പിന്നെ ഖത്തമുൽ ഖുർആനിലെ ടീക്കുവിന്റെ ഖത്തമുൽ ഖുർആനിലെ അംബിയാ സൂറത്ത് വിട്ടുപോയിക്കണം. റെക്കോർഡ് ചെയ്തതിൽ കാണുന്നില്ല. അല്ല, ഞാനും നോക്കും, പക്ഷെ കണ്ടിട്ടില്ല. റെക്കോർഡ് ചെയ്ത
ഖത്തമുൽ ഖുർആന്റെ ടീക്കുവിന്റെ ഇതില് ഞാൻ പിറ്റേന്ന് ഒപ്പം പിന്നെ ഓതലാണ്. അപ്പൊ അതില് അംബിയാ സൂറത്ത് വിട്ടുപോയിക്കണം. എത്ര ആയിട്ടും കാണും. ഹജ്ജാണ് ഇന്നലെ. റെക്കോർഡ് അതില്ല. സൂറത്തുൽ അംബിയ അംബിയ വിട്ടുപോയി. ഇല്ല. ആണോ? അതില് കൊറേ നോക്കട്ടെ കേട്ടോ. നോക്കിയിട്ട് പറയാട്ടോ ഇൻഷാ അല്ലാ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ പിന്നെ ആരെങ്കിലും ഫജറിന് കഴിഞ്ഞിട്ട് ക്ലാസ്സിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സുന്നത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് വലതുഭാഗത്ത് ചെരിഞ്ഞിട്ടൊന്ന് കിടക്കുക കേട്ടോ. അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫജർ കഴിഞ്ഞാലും ഉറക്കം വരൂല. ഓക്കെ, ഉറക്കം നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കൂല. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതൊരു സുന്നത്താണ്. അത് നിങ്ങൾ നമ്മള് സുന്നത്ത് എന്താണ് നിസ്കരിക്കുന്ന അല്ല ഫർള് നിസ്കരിക്കേണ്ട മുന്നേ ആണോ സുന്നത്ത് നിസ്കരിച്ചിട്ട് ചെരിഞ്ഞു കിടക്കണോ? സുന്നത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചെരിഞ്ഞു കിടന്നു കഴിഞ്ഞാല് ഫജർ കഴിഞ്ഞാല് നിങ്ങൾക്ക് ഉറക്കം വരൂല. നിങ്ങൾക്ക് നല്ല ഉണർച്ച എത്ര ഉണ്ടായിരിക്കും. സമയം ഓക്കെ, നമ്മളങ്ങനെ കിടക്കണം? എത്ര മിനിറ്റ്? അത് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്ത് കിടന്നാൽ മതി. ഇസ്തിഗ്ഫാർ അതെ ചെയ്ത് 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്ത് കിടന്നാൽ മതി. അതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു മയക്കം നമുക്ക് തോന്നും. അത് കഴിഞ്ഞ് പിന്നെ അത് നമ്മള് പിന്നെ ഫജർ നിസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നല്ലതായിരിക്കും. നിങ്ങൾക്ക് നല്ല ഉണർച്ച ഉണ്ടായിരിക്കും കേട്ടോ. അതൊന്ന് പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, മുമ്പ് ഞാൻ മറന്നുപോയതാണ്, വിട്ടുപോയതാണ്. ഒരു സുന്നത്ത് പെട്ടതാണ്. നിങ്ങളത് പൂർത്തീകരിച്ച് നോക്കി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ, ഇൻഷാ അല്ലാ. ആദ്യമൊക്കെ ഭയങ്കര ചെയ്തു. ഉറക്കത്തിലാണ്. തീരെ ഉറക്കം വരലേ ഇല്ല. എന്താണ്? ആദ്യമൊക്കെ അങ്ങനെ ചെയ്തീനി. അതുകൊണ്ടായിരിക്കും എനിക്കിപ്പോ തീരെ ഉറക്കം വരലല്ല. ഞാൻ ഉറങ്ങലേ ഇല്ല രാത്രി. നല്ല അത് സുന്നത്തിൽ പെട്ടതാണ്. അത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് പിന്നെ ഈ സഭയിലൊക്കെ വന്നിരിക്കുമ്പോഴൊന്നും ഉറക്കം തൂങ്ങൂല. ചില ആളുകൾക്ക് ഉറക്കം തൂങ്ങി പോണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, എന്താ ഖബറിൽ ചിന്തിക്കണമെന്നുണ്ടോ? അങ്ങനെയും കേൾക്കും. ഇസ്രാക്കിന്റെ സമയം കഴിഞ്ഞാ? ഇസ്രാക്ക് നിസ്കാരത്തിന്റെ വേഗം നിസ്കരിച്ചോളൂ കേട്ടോ ഇൻഷാ അല്ലാ. അത് ഇനിയിപ്പം ഇതിലേക്ക് വന്നു, നിങ്ങള് ളുഹാക്കുള്ള സമയത്തിലേക്ക് വന്നു. പക്ഷെ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. നിങ്ങള് അള്ളാന്റെ മാർഗത്തിൽ തന്നെ ഇരിക്കല്ലായിരുന്നു. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്ക് ഇപ്പൊ എല്ലാരും പ്രതിസന്ധിയിലല്ലേ, പ്രത്യേകിച്ച് ദുആ ചെയ്യണം. താത്താക്ക് ഉംറയൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് പോരാനൊന്നും പറ്റിയിട്ടില്ല. ഇന്നലെ അവിടുന്ന് പോരേണ്ടതായിരുന്നു. നമ്മളെല്ലാവരും നല്ല വിഷമത്തിലാണ്. നമ്മളെല്ലാവരും ആൾക്കാരുടെ ഒരുപാട് ജനങ്ങളുടെ കാര്യം